അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഖ്വല്ലാഹ്. സ്നേഹധന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും അർത്ഥതയാണ് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ സന്തോഷമുള്ള ഇസ്ലാമിക വിജ്ഞാന സദസ്സിലാണ് പരിശുദ്ധ റമദാനിൽ നമ്മൾ അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയ ഈ സദസ്സ്. അള്ളാഹു നമ്മുടെ ഈ റമദാനിനെ പൂർണ്ണമായും അവനെ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ പുണ്യകർമ്മങ്ങൾ ചെയ്യുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഖുർആൻ സജീവമായി പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന മാസത്തിൽ പരിശുദ്ധ ഖുർആനുമായി കൂടുതൽ ആത്മബന്ധം പുലർത്തണം എന്ന് നമ്മൾക്കറിവുള്ള ഈ മാസത്തിൽ നമ്മുടെ ഒരു മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു ചിന്തയെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഞാനൊരു തൗഹീദി മഹല്ല് ഖുർആൻ ചെറുപ്പം മുതൽ പഠിച്ചു തുടങ്ങിയ ആളുകൾ എന്നുള്ള നിലയിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊരു ഖുർആൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിൽ ഖുർആൻ പഠിതാക്കളുടെ അനുഭവങ്ങൾ പറയാനുള്ള ഒരു സദസ്സുണ്ട്. അപ്പൊ ഇതില് വളരെ ഉയരം കുറഞ്ഞൊരു ഉമ്മ, ആ ഉമ്മ പറഞ്ഞൊരു അനുഭവം. ഉമ്മ പറഞ്ഞത്, ഞാനും എന്റെ ഭർത്താവും വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ്. ഞങ്ങൾക്ക് 2 മക്കളാണ്. ഭർത്താവും ഞാനും കൂലിപ്പണിക്കാരനായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു ജോലി തന്ന ആൾ അദ്ദേഹത്തിന്റെ റബ്ബർ എസ്റ്റേറ്റിന്റെ നടുവിലാണ് ചെറിയൊരു വീട് വെച്ച് തന്നത്. ഞങ്ങൾ അതിലാണ് താമസം. വളരെ സന്തോഷത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ആ തൊടുവിൽ തന്നെയാണ് ഞങ്ങളുടെ ജോലി. അവിടുന്ന് കുറച്ചാണ് ആ ഉമ്മ പറഞ്ഞത്, ഉമ്മയുടെ വീടിന് തൊട്ടടുത്താണെന്നാണ്. അങ്ങനെ സ്വന്തം വീട്ടില് വാപ്പാക്കോ ഉമ്മാക്കോ ആർക്കോ ശാരീരികമായി പ്രയാസം ഉണ്ട് എന്നറിഞ്ഞിട്ട് രാത്രി ഭക്ഷണം എല്ലാം ഉണ്ടാക്കി ഭർത്താവിനെയും മക്കളെയും ഒക്കെ ആ ഭക്ഷണം നൽകി സുബഹിക്ക് വരാം എന്ന് പറഞ്ഞ് ആ ഉമ്മ സ്വന്തം പിതാവിന്റെ ഉമ്മയുടെ അടുക്കലേക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ, അവിടേക്ക് പോയി. പ്രയാസപ്പെടുന്ന ഉപ്പാക്ക് മരുന്ന് കൊടുത്ത് വെള്ളം ചൂടാക്കി പ്രഭാതത്തിലേക്കുള്ള ഭക്ഷണം തയ്യാറാക്കി തിരിച്ച് വീട്ടിൽ വരുമ്പോ ആ ഉമ്മ പറഞ്ഞ വാചകം അങ്ങനെയാണ്. നിന്നിട്ട് ഇങ്ങനെ കരഞ്ഞ ഉമ്മ എന്നിട്ട് പറഞ്ഞു, ഞാൻ ചെന്നപ്പോ ഞാൻ കാണുന്നത് എന്റെ വീട് നിൽക്കുന്ന സ്ഥാനത്ത് എന്റെ വീട്, ഭർത്താവ്, 2 മക്കള് വെന്ത് മരിച്ചു കിടക്കുകയാണ്. എന്റെ ഉമ്മ അങ്ങനെ നിന്ന് കരയാണ്. അവസാനിപ്പിക്കുന്ന വാചകം ഇങ്ങനെയാണ്, ഞാൻ 6 മാസം മുന്നേ പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ തുടങ്ങിയിരുന്നു, ലേണിംഗ് ക്ലാസ്. ആ പഠനമെങ്ങാനും ഇല്ലായിരുന്നുവെങ്കിൽ എന്റെ ഭർത്താവും 2 മക്കളും മരിച്ചു കിടക്കുന്ന അതേ സ്ഥലത്ത് മറ്റൊരു ബോഡി കിടക്കുമായിരുന്നു. അപ്പൊ ഏതോ പോകുന്ന വഴിയിലുള്ള ആളുകൾ പണ്ടേ ചൂട്ടൊക്കെ കത്തിച്ച് അങ്ങനെ പോവുകയാണ് തോന്നുന്നു. ഓലപ്പര പോലെ ചെറിയൊരു വീടാണ്. അപ്പൊ അതിലേക്ക് തീ ആളി കത്തിയതാണ്. ഭർത്താവും 2 കുട്ടികളും വെന്ത് മരിച്ചു. നമ്മളിങ്ങനെ ആലോചിക്കേണ്ടത്, ഞാൻ ഈ പ്രസംഗം കഴിഞ്ഞ് എന്റെ വീട് നിലമ്പൂരാണ്. നിലമ്പൂർക്ക് വരുമ്പോ അവിടെ എന്റെ ബാപ്പയും അമ്മയും എന്റെ ഭാര്യയും മക്കളൊക്കെ താമസിക്കണ വീടില്ല എന്ന് പറയുമ്പോ ഞാൻ നിൽക്കണ ഒരു മാനസികാവസ്ഥ ആലോചിച്ചു. അതാ സഹോദരി അനുഭവിക്കാൻ. ആ സഹോദരി പറഞ്ഞ വാചകതാണ്, ഞാൻ ഖുർആൻ പഠിക്കാൻ തുടങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ ഞാനും കൂടി അവിടെ ആത്മഹത്യ ചെയ്യും. പക്ഷേ 6 മാസം മുന്നേ പരിശുദ്ധ ഖുർആൻ വായിക്കാൻ തുടങ്ങിയ ഞാൻ വലനബുലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജുഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. വലനബുലുവന്നക്കും, ഉറപ്പായിട്ടും അല്ലാഹു പരീക്ഷിക്കും. ആ പരീക്ഷണമൊക്കെ പറഞ്ഞ അവസാനം അങ്ങനത്തെ ഒരു ഘട്ടം വന്നാൽ സന്തോഷ വാർത്തയും സ്വർഗവും ഉള്ളത്
അവിടെ ക്ഷമിച്ച് അള്ളാഹിനെ പറ്റി നല്ലത് വിചാരിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലി ജീവിക്കുന്നവർക്കാണ് എന്ന് ഞാൻ പഠിക്കുകയും ദീനിയായി ജീവിച്ച അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമയടക്കമുള്ള അമ്പിയാക്കന്മാർക്ക് അള്ളാഹു നൽകിയ പരീക്ഷണങ്ങളെ കുറിച്ച് ഞാൻ പഠിച്ചത് കൊണ്ടാണ് ഇന്ന് ഞാൻ ജീവനോടെ നിൽക്കുന്നത്. എന്റെ ഒരു ചോദ്യം, ഞാനടക്കം, എന്തിനാണ് അള്ളാഹു ഖുർആൻ നമുക്ക് നൽകിയത്? നമ്മൾ തൗഹീദുള്ളവരാണ്. എന്തിനാണ് അള്ളാഹു നമുക്ക് ഖുർആൻ നൽകിയത്? ഖുർആനിനോട് നമുക്കുള്ള ഏറ്റവും വലിയ ബാധ്യത എന്താണ്? ഞാൻ ഈ ഒരു നല്ല പ്രബുദ്ധമായ ചർച്ച നമ്മുടെ മുൻഗാമികൾ ഖുർആനെ കണ്ടതിൽ നിന്ന് നേരെ വിപരീതമായി ഞാനും നിങ്ങളും ഖുർആനിനോടുള്ള സമീപനം മാറും. കുറ്റായിട്ടല്ല പറയണത്, മാറും. ഇപ്പൊ നമ്മുടെ മുൻഗാമികളായ ഏതെങ്കിലും ഇപ്പൊ ഉമർ മൗലവിയുടെ ഇമാം വയ്ക്കാൻ ഇരിക്കും. ഉമർ മൗലവിയുടെ ഇമാം വയ്ക്കാൻ റഹിമഹുല്ലാഹ്, അല്ലാഹു സ്വർഗം നൽകുമാറാകട്ടെ. ഉമർ മൗലവിന്റെ ഊട്ട് നമ്മുടെ മുൻഗാമികളുടെ ഊട്ട് അത്ര വലിയ മനോഹരമായ ഒട്ടൊന്നാവില്ല. അവ സാധാരണ രൂപത്തിൽ അവർ കിട്ടുന്ന ഭംഗി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ റഹീം ഓതും. പക്ഷെ അവരുടെ പിന്നിൽ വലിയൊരു തൗഹീദിന്റെ സംഘം ഉണ്ടാകുന്നത് എന്താന്ന് ചോദിച്ചാൽ, ആ ഓതുന്ന ഖുർആൻ അനുസരിച്ച് അവർ ജീവിതത്തിൽ പകർത്തി പ്രബോധനം നടത്തി. അപ്പൊ ഒരു ടീമുണ്ടായി. കാരണം അവർ ഖുർആനെ കണ്ടത് ഖുർആൻ ജീവിതത്തിൽ പകർത്താനുള്ള ഗ്രന്ഥമായിട്ടാണ്. ഞാൻ പറയണത്, എനിക്ക് സംഭവിച്ച അബദ്ധം എന്താന്ന് വെച്ചാൽ, എന്റെ കുടുംബത്തിന് നമുക്ക് സംഭവിച്ച അബദ്ധം എന്താ വെച്ചാൽ, നമ്മളിന്റെ നേരെ ഓപ്പോസിറ്റിക്കാണ് വന്നത്. നമ്മൾ ഖുർആനിന്റെ പാരായണം അൽഹംദുലില്ലാഹ് ചെയ്യണട്ടോ. ഈ പറഞ്ഞത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കരുത്. പാരായണം, തജ്വീദ്, ഇഖ്ഫാ, ഇൽഹാർ, തൻവീന്, ഇതുമ്മ നമ്മുടെ ജീവിതത്തെ കെട്ടിട്ടു. എന്നിട്ട് അതുമ്മ മാത്രം നമ്മുടെ ജീവിതം വന്നപ്പോ ഖുർആൻ എന്തിനാണ് അമ്മ ഇറക്കിയത്, എന്താണ് ഖുർആനിനോടുള്ള ആദ്യത്തെ ബാധ്യത എന്ന് മറന്ന ഒരു ടീമായിട്ട് നമ്മൾ മാറുന്നോ എന്ന് സംശയം. എന്തിനാണ് ഖുർആൻ അല്ല ഇറക്കിയത്? ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് മാർഗദർശനമാണ്. എന്താ മാർഗദർശനം എന്ന് പറഞ്ഞാൽ, വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യം അസത്യം, നന്മ തിന്മ വേർതിരിച്ച് പറഞ്ഞു തരാനാണ് ഖുർആൻ. അത് അല്ലാഹുവിന്റെ കലാമാണ്. നേർക്കുനേരെന്ന് പറഞ്ഞാൽ ഖുർആൻ എന്തിനാ അല്ലാഹു ഇറക്കിയെന്ന് വെച്ചാൽ, ഖുർആനിലുണ്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെ ജീവിക്കാൻ പാടില്ല, എങ്ങനെ കല്യാണം കഴിക്കേണ്ടത്, എങ്ങനെ കല്യാണം കഴിക്കാൻ പാടില്ല, ഏത് പൈസയാണ് ഹലാല്, ഏത് പൈസയാണ് ഹറാമ്, എങ്ങനെ വാപ്പാനോട് ഉമ്മാനോട് നിൽക്കേണ്ടി, എങ്ങനെ നിൽക്കാൻ പാടില്ല. ഇത് പഠിച്ച് ജീവിക്കാനാണ് ഖുർആൻ. ജീവിക്കാനാണ് ഖുർആൻ. അതുകൊണ്ടാണ് ഖുർആൻ പാരായണത്തിന് എന്താണ് അറബി പറഞ്ഞ വാചകം? ഖിറാഅത്തുൽ ഖുർആൻ അല്ല, അത് നമ്മുടെ നാട്ടുഭാഷയാണ്. ഖുർആൻ പാരായണത്തിൽ ഖുർആൻ പ്രയോഗിച്ച വാചകം എന്താണ്? തിലാവത്തുൽ ഖുർആൻ. എന്താ തിലാവത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ? വശംസി വളുഹാഹാ വൽ ഖമരി ഇദാ തലാഹാ. പിൻപറ്റുക എന്നാണ്. ഒരായത്ത് ഓതുക, ആ ആയത്തിനനുസരിച്ച് ജീവിതം കൊണ്ടുപോകുക. അതാണ് തിലാവത്ത് എന്ന് പറഞ്ഞാൽ. ഖിറാഅത്ത് വേറെയാണ്. ഖിറാഅത്ത് പറയാണ്, ഖുർആൻ തിലാവത്താണ്. തിലാവത്ത്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ പറഞ്ഞത്, ഇദാ സമിഅനാ 10 ആയ, ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 ആയത്ത് ഓതി തരും. ഇത് നമ്മൾ മനസ്സിലുണ്ടാകട്ടോ. ഇതാണ് ജീവിതം പറഞ്ഞാൽ, ഇതിനാണ് ഖുർആൻ. ഞങ്ങൾക്ക് നബി 10 ആയത്ത് ഓതി തരും. നബിക്ക് വഹയി കിട്ടിയ 10 ആയത്ത് ഓതി. ഞങ്ങൾക്കത് നബി ഇങ്ങനെ ഓതി തന്നിട്ട് 11ാമത്തെ ആയത്ത് ഓതുമ്പോഴേക്കും ഞങ്ങൾ നബിനോട് പറയും, നബിയെ മതി, 10 ആയത്തായില്ല, മതി. ഇനി ഞങ്ങൾ ഈ 10 ആയത്ത് ജീവിതത്തിൽ പകർത്തിയ ശേഷം ബാക്കി ഓതി തന്നാ മതി. ഈ 10 ആയത്ത് ഞങ്ങൾക്ക് ഓതി തന്നതിന് ശേഷം ഈ 10 ആയത്ത് ഞങ്ങൾ ജീവിതത്തിൽ പകർത്തിയ ശേഷം മതി. എന്തേ കാരണം? ഖുർആൻ എന്തിനുള്ളതാന്ന് നബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഖുർആൻ എന്തിനാണ്? പാരായണത്തിനാ അല്ല, പാരായണത്തിന് കൂടിയുള്ളതാണ്. ഹിഫ്ദിനുള്ളതാ ഖുർആൻ, ഹിഫ്ദിന് കൂടിയുള്ളതാണ്. തജ്വീദിനുള്ളതാ ഖുർആൻ, തജ്വീദിന് കൂടിയുള്ളതാണ്. ഖുർആന്റെ ഒന്നാമത്തെ ബാധ്യത പാരായണമല്ല, ഒന്നാമത്തെ ബാധ്യത ഹിഫ്ദ് അല്ല, ഒന്നാമത്തെ ബാധ്യത തജ്വീദും അല്ല. ഒന്നാമത്തെ ബാധ്യത ഖുർആൻ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ജീവിക്കുന്നവന്റെ പാരായണമാണ് പ്രതിഫലം.
ജീവിക്കുന്നവന്റെ തെജ്വീദിനാണ് പ്രതിഫലം, ജീവിക്കുന്നവന്റെ ഹിഫ്ളിനാണ് പ്രതിഫലം. ജീവിതം ഒഴിവാക്കിയ ഖുർആനിന്റെ മുന്നിൽ ബാക്കി ഒന്നും പ്രതിഫലമില്ല. ഇത് നമ്മുടെ മുൻഗാമിയോട് പഠിപ്പിച്ചതാണ്. പരിശുദ്ധ ഖുർആന്റെ ആയത്താണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മൾ ഖബറിലേക്ക് എടുത്തു വെച്ചു, ഇന്ന ഖബർക്ക് എടുത്തു വെച്ചു, നിങ്ങൾ ഖബർക്ക് എടുത്തു വെച്ചു. പ്രധാനമായ 3 ചോദ്യങ്ങൾ. ഒന്നെന്താണ്? മാ ഇമാമുക്ക, എന്താണ് ഇമാം? അതിന്റെ ഉത്തരം എന്താണ്? സ്വർഗം കിട്ടാൻ എന്താണ്? അൽ ഖുർആൻ ഇമാമി. നിങ്ങൾ എന്താണ് ചോദ്യത്തിന്റെ ഉത്തരം? മാ ഇമാമുക്ക, നിങ്ങളെ മാ ഇമാമുക്ക എന്ന് വെച്ചാൽ ഇന്നോടാണെങ്കിൽ ഷാഹിദ് മുസ്ലിം, താങ്കളുടെ ദുനിയാവിലെ ജീവിതത്തിൽ എന്തിനെയാണ് ഇമാമായി മുന്നിൽ നിർത്തി ജീവിച്ചത് എന്നാണ്. എന്തായിരുന്നു എന്റെ മുന്നിൽ ഉണ്ടായില്ലേ? നിന്റെ ജീവിതത്തിന്റെ മുന്നിൽ നീ എന്തിനാ വെച്ചത്? എന്ത് വെച്ചിട്ടാ ജീവിച്ചത്? അപ്പൊ അവന്റെ ഉത്തരം സ്വർഗം കിട്ടുന്ന ഒരാൾ പറയാ, അയാളുടെ ജീവിതം കൊണ്ട് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഉത്തരം കിട്ടേണ്ടത് അൽ ഖുർആൻ ഇമാമീന്നാണ്. അതിന്റെ ആശയം എന്താ? അള്ളാഹുവേ, ഞാൻ ദുനിയാവില് കച്ചവടം ചെയ്തപ്പോ കുറെ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു, ഞാൻ ഇതൊക്കെ നല്ലതെടുത്തു. എന്നിട്ട് ഞാൻ ഖുർആൻ മുന്നിൽ വെച്ചു. ഖുർആനിൽ അള്ളാഹുവേ നീ പറഞ്ഞ പോലെയാണ് ഞാൻ കച്ചവടം നടത്തിയത്. അതപ്പോഴാണ് ഖുർആൻ ഇമാമാകുക. പഠിച്ചവന് നാട്ടിൽ പല കല്യാണം ഉണ്ടായിരുന്നു, അതിലൊക്കെ ഞാൻ നല്ലത് സ്വീകരിച്ചു. എന്നിട്ട് അവസാനം ഖുർആനായ നിന്റെ ഗ്രന്ഥം പറഞ്ഞ പോലെയാണ് ഞാൻ കല്യാണം നടത്തിയത്, കല്യാണം കഴിച്ചു. അപ്പോഴാണ് ഖുർആൻ ഇമാമാകുക. അപ്പോഴാ ഖുർആൻ ഇമാം. ഞാൻ വീട് വെച്ചത് ഖുർആൻ പറഞ്ഞ പോലെയാണ്, ഞാൻ മക്കളെ വളർത്തിയ ഖുർആൻ പറഞ്ഞ പോലെയാണ്. ഇതിനാണ് സഹോദരങ്ങളെ ഖുർആൻ, ഇതിനാണ് ഖുർആൻ ജീവിതത്തിൽ മുന്നിൽ വെക്കാനാണ്. ഒരു ഹദീസും കൂടി പറയാം. മൻ ജഅലൽ ഖുർആന ഇമാമ, ഒരാൾ ഖുർആനിനെ ഇമാമാക്കി വെച്ചാൽ ഖാദഹു ഇലൽ ജന്ന, അതവനെ സ്വർഗ്ഗത്തിലേക്ക് നയിക്കും. മൻ ജഅലൽ ഖുർആന ഖൽഫ, ഒരാൾ ഖുർആന്റെ ബാക്കിൽ വെച്ചു, അവനാന്റെ ഇഷ്ടം, അവനാന്റെ താല്പര്യം, കുടുംബം, നാട്ടുകാർ, അങ്ങാടിക്കാരും എന്താ അവനാന്റെ ജീവിതം കൊണ്ടുപോയി. എന്നിട്ട് ബാക്കിൽ തജ്വീദ്, ബാക്കിൽ ഖിറാഅത്ത്, ബാക്കിൽ തഫ്സീർ, അതിന്റെ വിൽപ്പന, അതിന്റെ പരീക്ഷ, അത് ബാക്കിലാണ്. ജീവിതം നാട്ടുകാരുടെ, കുടുംബക്കാരുടെ, അവനാന്റെ ഇഷ്ടം. ആദഹു ഇലന്നാർ, അതവനെ നരകത്തിലേക്കാണ്. ഈ ബേസിൽ നമ്മൾ പോകരുത്. ഈ ബേസിൽ നിന്ന് പോകുന്നു. ഞാൻ എന്നെ പറ്റിയിട്ട് പറഞ്ഞു, ഈ ബേസിൽ നിന്ന് നമ്മൾ പോകുന്നു. എന്നിട്ട് ഓത്തും ഖിറാഅത്തും തജ്വീദിനും ഭയങ്കര പ്രാധാന്യം. ജീവിതത്തിൽ യാതൊരു ബന്ധമില്ലെങ്കിലും പ്രശ്നമല്ല. അപ്പോഴാണ് തൗഹീദുള്ളവരിൽ കുത്തു തുടങ്ങി. ഏത് വിഷയത്തിലും മധ്യത്തിൽ ഖുർആൻ വെച്ചിട്ട് ഈ ഖുർആൻ പ്രകാരാട്ടോ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതെന്നാൽ നമ്മുടെ മുൻഗാമികൾ ഖുർആൻ അങ്ങനെ പറഞ്ഞു. ഓക്കെ, ഖലാസ്. ഉദാഹരണം നമുക്കറിയണ ഉദാഹരണം പറയാം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു, നമുക്കറിയണ സംഭവമാണ്, എല്ലാവർക്കും അറിയണം. നബി മരിച്ചു എന്നുള്ളത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നാമത്തെ ആളാരേനി? ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു ഇഷ്ടം കൊണ്ടാണ് നബി മരിക്കുകയെ. മുഹമ്മദ് നബി മരിച്ചു പറഞ്ഞാൽ ഞാൻ വാളെടുത്ത് വിട്ടുന്നതാണ്. ഇഷ്ടം കൊണ്ടാ സോങ്ങളെ, അല്ലാതെ വെറുതെ പിരാന്താകല്ല. ഇഷ്ടം കൊണ്ട് കിട്ടി നബി പോകുന്നല്ലേ സഹിക്കാൻ കഴിയില്ല. എന്താ ബുക്കർ റളിയല്ലാഹു അൻഹു ഉമർമാനോട് അവിടെ ആര് വർത്തമാനം പറഞ്ഞാൽ തീരുമാനം. ബുക്കർ റളിയല്ലാഹു അൻഹു എത്തി, ഉമറെ എന്താ പ്രശ്നം? മുഹമ്മദ് നബി മരിച്ചു എന്ന് അബൂബക്കർ പറഞ്ഞു. റളിയല്ലാഹു അൻഹു പറഞ്ഞു, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ. ഉമറെ, ഖുർആനിലെ ആയത്ത് എന്താടാ? മുഹമ്മദ് നബി മരിക്കുന്നു, വാളിട്ടു, കരഞ്ഞു ഇരുന്നു. ഖുർആൻ എന്തിനാണ്? അതിനാണ്. ഖുർആൻ അതിനാണ്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ നടന്നൊരു സംഭവം റസൂലുള്ളാഹി അലൈഹി വസല്ലം പ്രവാചകന്റെ കാലം കഴിഞ്ഞ ഉമറുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് സഹാബാക്കൾ തമ്മിൽ സ്വാഭാവികമായിട്ട് നമ്മളെ നാട്ടിലെ ഒരു സഹാബി മറ്റൊരു സഹാബിക്ക് പറമ്പിന് വിലയൊക്കെ കണക്കൂട്ടി കൊടുത്തു. മുറിഞ്ഞു, തീരുമാനമായി. അങ്ങനെ അദ്ദേഹം താമസം തുടങ്ങിയിട്ട് അവിടെ കൃഷിക്ക് വേണ്ടിയിട്ട് പറമ്പ് ഇങ്ങനെ കളക്കുന്ന സമയത്ത് അതിൽ നിന്ന് പണ്ടത്തെ കാലല്ലേ കെൻസ്, നിധി കിട്ടി. ഇസ്ലാമിൽ സക്കാത്തിന്റെ വിഹിതത്തിൽ വലിയൊരു ഭാഗമാണ് കെൻസ് കിട്ടുകയാണെങ്കിൽ. കെൻസ് കിട്ടി. വിറ്റ പറമ്പിൽ നിന്ന് വാങ്ങിയ സഹാബിക്ക് കെൻസ് കിട്ടി. അദ്ദേഹം അത് ആ പാത്രം എടുത്തിട്ട് നേരെ വിൽപ്പന നടത്തിയ ആളുടെ സഹാബിയുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ പറമ്പ് എനിക്ക് കിട്ടിയതാണ് കേട്ടോ.
അദ്ദേഹം പറഞ്ഞു, അത് ഞങ്ങൾക്ക് വിറ്റതല്ലേ, പിന്നെ ഞങ്ങൾ കൊണ്ടുവന്നു. അല്ല, നിങ്ങൾക്കിത് അവിടെ നിധി ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് വിറ്റാലല്ലോ. നിധി ഉണ്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടി വില കണക്കൂട്ടിട്ടാണെങ്കിൽ എനിക്ക് തരിക. അപ്പൊ ഇതിക്ക് ഹലാലായതല്ല കേട്ടോ, അതില്ലാന്ന് അറിഞ്ഞിട്ടാണ് നിങ്ങൾ വിറ്റത്, അതുകൊണ്ട് നിങ്ങൾ വാങ്ങിക്കോളി, ഇതിന്റെ അതല്ല കേട്ടോ, ഇതിന്റെ മുതലല്ല. അദ്ദേഹം പറഞ്ഞു, അല്ല, നബി പഠിപ്പിച്ചിട്ടില്ലേ, കച്ചവടം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ലാഭം നഷ്ടമൊക്കെ പിന്നെ രണ്ടു കൂട്ടി നിർത്തി കഴിഞ്ഞാൽ പിന്നെ അവനാന്റെതാണ്. നമ്മൾ രണ്ടുപേരും, രണ്ട് സഹാബാക്കളും തമ്മിൽ തർക്കം. എന്തിന് തർക്കം എന്നറിയോ? എന്തിന് തർക്കം? നമ്മൾ ആലോചിക്കും, എന്തിന് തർക്കം? 100, 120, 150 ദീനാർ സ്വർണ്ണ നാണയങ്ങൾ, സ്വർണ്ണ നാണയം. ഇന്റതല്ലടാ, അന്റതാണ്, അത് എനിക്ക് പറ്റൂലടാ, എന്നെ കൊണ്ടേക്കുന്നുണ്ട്. ലാസ്റ്റ് പ്രമുഖാന്റെ മുന്നിൽ അമീറുദ്ദീനാണല്ലോ വിഷയത്തിൽ. അമീറുദ്ദീൻ രണ്ടാളോട് ഇങ്ങനെ ചോദിച്ച് സംസാരിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഒരു മദ്യം പറയാം, നിങ്ങൾ പറ്റുമെങ്കിൽ അംഗീകരിക്കും. അമീറുദ്ദീൻ, നിങ്ങൾ പറയണതാണ് എന്റെ തൃപ്തിയാണെങ്കിൽ ഓക്കെയാണ്. എനിക്ക് പെൺകുട്ടി ഉണ്ടോ ചോദിച്ചു. ആ, എനിക്ക് ആൺകുട്ടി ഉണ്ടോ കല്യാണം കഴിക്കാൻ? അതെ. നിങ്ങൾ തമ്മിൽ കല്യാണം കഴിപ്പിച്ചുകൂടെ ചോദിച്ചു. മതിയ, കല്യാണം കഴിപ്പിച്ചു സംതൃപ്തിയോടുകൂടി. നിങ്ങൾ ആലോചിക്കാനുണ്ടോ, അവർ എന്തുകൊണ്ടാണ് ഈ സമ്പത്തിൻ്റെതല്ലാന്ന് അറിയാന്നറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പർമെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ആയത്ത് ഓതിയിട്ട്, ലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ. വിശ്വാസികളെ, നിങ്ങൾ പരസ്പരം, വിശ്വാസികൾ പരസ്പരം, ബാക്കിയുള്ളവർക്ക് വേറെ പറയണം, വിശ്വാസികൾ നിങ്ങൾ പരസ്പരം ബാത്തിലായ സമ്പത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നൊരവസ്ഥ ഉണ്ടായിരുന്നു കേട്ടോ. ആയത്ത് വെച്ചിട്ട് പോലും പറയണം, ഇത് ഇന്റതല്ലട്ടോ. ഒറ്റ വാചകത്തിൽ ഞാൻ ചുരുക്കണം, ഖുർആൻ എന്തിനാണ്? തിരുത്തി മുവഹിദുകൾ പഴയ കാലത്തിലേക്ക് പറയണം. ഖുർആൻ ജീവിതത്തിൽ പകർത്താനാണ്, ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്നവന് ഓതുവാനാണ്, അത് ഹിഫ്ളാക്കാനുള്ളതാണ്, അത് തജ്വീദ് അനുസരിച്ച് പാരായണം ചെയ്യാനാണ്. തജ്വീദുമ്മലും ഹിഫ്ളുമ്മലും പാരായണത്തുമ്മലും മാത്രം നിന്ന് ഖുർആൻ ജീവിതത്തിൽ വന്ന് പോകുമ്പോഴാണ് ഒരു സമൂഹത്തിൽ പ്രശ്നം തുടങ്ങുക. നിങ്ങൾ ആലോചിച്ചു, എവിടെ? ഞാൻ 1-2 ഉദാഹരണം പറയാം മനസ്സിലാകാൻ. നമ്മുടെ നാട്, നമ്മൾ എത്തിപ്പെട്ടൊരവസ്ഥ പറയുന്നത്, നമ്മൾ എത്തിപ്പെട്ടൊരവസ്ഥ. പരിശുദ്ധ ഖുർആനിൽ നമ്മളിങ്ങനെ റമദാനാണ്, നമ്മൾ ഹത്തം തീർക്കാൻ പരിശുദ്ധ ഖുർആൻ അങ്ങനെ ഓതുകയാണ്. ഇങ്ങനെ ഓതുന്നിടക്ക് الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما امر الله به ان يوصل ويفسدون في الارض اولئك هم اللعنة ولهم سوء الدار. അർത്ഥറിയുന്ന ആൾക്കാരാണ് ഭൂരിപക്ഷം. ഒന്നാമത്തെ ഭാഗം, രണ്ടാമത്തെ, അള്ളാഹ് പറഞ്ഞ ഏതെങ്കിലും ഒരു ബന്ധം മുറിച്ചു കളഞ്ഞ് ഈ ദുനിയാവിന്ന് മരിക്കൊഴിച്ചു പോകുന്ന ആളുകൾക്ക് അവർക്ക് അള്ളാന്റെ ശാപമുണ്ടാകും, വലഹും അസൂഉദ്ദാർ, അവരുടെ സങ്കേതം നരകമായിരിക്കും. ഓക്കെ, ഇത് നമ്മൾ ഓതിട്ടോ, ഞാൻ ഓതി, നിങ്ങൾ ഓതി. എന്താ ഓതുന്നത്? ഏതെങ്കിലും ബന്ധം മുറിച്ചു കളഞ്ഞ് ഈ ദുനിയാവിന്ന് മരിച്ചു പോണ ആളുകൾക്ക് അള്ളാന്റെ ശാപം ഉണ്ടാകും, അവർക്ക് നാളെ പരലോകത്ത് ശിക്ഷയുണ്ടാകും, നരകം ഉണ്ടാകും. അങ്ങനെയാ ഖുർആന് മടക്കി വെച്ച് കുട്ടികൾക്കൊന്നും കിട്ടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി വെച്ച്, ആദരവാണ് കൊണ്ടുപോയി വെച്ച് ഇങ്ങനെ പള്ളിക്കന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോ എന്നോട് വന്നിട്ട്, മൗലവി നമുക്ക് അബ്ദുറഹ്മാനോട് പോയിട്ട് സലാം പറയല്ലേ, മൂപ്പരോട് നിങ്ങൾ തെറ്റിയിട്ടല്ല നിൽക്കുന്നത്. അബ്ദുറഹ്മാനോട് സലാം പറഞ്ഞിട്ട് കിട്ടുന്ന സ്വർഗം തൽക്കാലം മൗലവിക്ക് വേണ്ട. ഖുർആൻ ഇങ്ങനെ ഓതി ഉമ്മ വെച്ച് അവിടെ വെച്ച മൈമൂനാത്താണ്. മൈമൂനാത്ത ജമീലാനോട് തെറ്റിക്കല്ലേ, തെറ്റിട്ടാ നരകം കിട്ടില്ല. ജമീലാനോട് തെറ്റിയിട്ട് കിട്ടുന്ന നരകം തൽക്കാലം മൈമൂനെ സഹിച്ചു. ചോദ്യം എന്താണ്? ലളിതാണ്. എന്താണ് പിന്നെ ആ ഊതി? എന്തിനാണ് ഉമ്മച്ചവിടെ വെച്ചത്? എന്തിനാണ് പടച്ചോൻ ആ സാധനം ഇറക്കിയത്? എന്തിനാ നമ്മള് രാമായണ മാസം മാതിരി റമദാനിന്റെ ഒരു മാസം കണ്ട് ഫുള്ളാണ്ട് ഓതാനോ? ആണോ? ആരാ സോങ്ങളെ നമ്മൾ അങ്ങനെ പഠിപ്പിച്ചത്? ഓത്തൊരു ഭാഗത്ത് കൂടെ അങ്ങനെ പോയിട്ട് ജീവിതം ഒരു ഭാഗത്ത് കൂടെ പോയാലും ഓതരീന് പുലി ഉണ്ടാവുന്ന ആരാ നമ്മളെ പഠിപ്പിച്ചത്? ഖുർആൻ എന്താ കലാമാണ്. പടച്ചോ നമുക്ക് ഇറക്കി തന്ന മുസ്ലിമായ ഒരു മനുഷ്യൻ എങ്ങനെയാ ജീവിക്കേണ്ടത്? ആ ജീവിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയത്തോതി ഉമ്മ വെച്ച് ഞാൻ ആദരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റ് ജീവിച്ചിട്ട് ഞാൻ ഓതുന്നുണ്ടല്ലോ, ഞാൻ അതിന്റെ തെരുവീ നോക്കുന്നുണ്ടല്ലോ. ഇവിടം മുതലാണ് നശിച്ചു തുടങ്ങിയത്. എത്ര മനുഷ്യന്മാര് റമദാൻ കഴിഞ്ഞു. റമദാനിലേക്ക് സഹാബാക്കൾ പ്രവേശിച്ചതിനെ പറ്റിയിട്ട് ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ കാണുന്ന ഒരു ഭാഗമുണ്ട്. എങ്ങനെയാണ്, ഞാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയട്ടോ. സഹാബാക്കളോട് ആളുകൾ ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് റമദാനിനെ സ്വീകരിച്ചിരുന്നത്? റമദാൻ കൂടി ആയതുകൊണ്ട് പറയണം.
നിങ്ങൾ എങ്ങനെ സ്വീകരിച്ചിരുന്നത്? അതിനവരുടെ വാക്ക് ഞങ്ങൾ എങ്ങനെയാണ് റമദാനെ സ്വീകരിച്ചിരുന്നത് എന്നുള്ളതിന് ഞങ്ങൾ നോമ്പണം തുടങ്ങുമ്പോൾ റമദാൻ ഒന്നിന് ഞങ്ങൾക്ക് നോമ്പും തറാവിസ്കാരത്തിൽ ഞങ്ങൾ പോണിന് ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിക്കും. ഒറ്റ കുട്ടിനോട് ഞങ്ങൾ തെറ്റിയിട്ടില്ല, ഒരു മനുഷ്യനോട് പകല്ല. പകയും തെറ്റലുണ്ടെങ്കിൽ അത് തീരുമാനാക്കിയിട്ടില്ല. തറാവിസ്കാരത്തിൽ ഞങ്ങൾ ഇറങ്ങൂല. സഹാബാക്കൾ എങ്ങനെ റമദാനെ സ്വീകരിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ എന്താ നമ്മളെ വയസ്സറക്കൂട്ട 20 കൊല്ലം അങ്ങനെ പോട്ടെ, നമ്മളൊരു ഒരു കാലാവധി 20 കൊല്ലത്തിന് ശേഷം നമുക്ക് എത്ര റമദാൻ കിട്ടി നോക്കുക. ഒരു 20 റമദാൻ 10 കൊല്ലം റമദാൻ കിട്ടിയത്. ഈ 10 കൊല്ലത്തെ റമദാനിന്റെ ഇടയ്ക്ക് ഒരു തവണയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പിണങ്ങി നിൽക്കുക, തെറ്റി നിൽക്കുക എന്ന് പറഞ്ഞ വിഷയം നമ്മൾ ദൂരീകരിച്ച് പെരുന്നാളിന് പോയ എത്ര റമദാൻ ഉണ്ടാവും? എത്ര റമദാൻ ഉണ്ടാവും? നമുക്ക് അത് പറയണ മാത്രം പറ്റൂല. ഇവിടെ CM മടവൂരിനെതിരെ പറയണത് നമുക്ക് ഇഷ്ടമാണ്. കാരണം നമ്മുടെ മേത്തിക്കില്ല. അപ്പൊ എത്രയും പറയാം. പടച്ചോനാണ് ആരാധ്യം. നമുക്ക് എത്രയും കേൾക്കാം. കാരണം നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. നമ്മളെ ഗാസയിലെ പ്രശ്നം നമുക്ക് പറയാം. കാരണം നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. നമുക്കിത് കരഞ്ഞാൽ മതി. ഇത് നമ്മളെ ബാധിക്കുന്ന വിഷയമാണല്ലോ. നമ്മളെ ബാധിക്കുന്ന വിഷയമാണല്ലോ. എല്ലാ തിങ്കളും എല്ലാ വ്യാഴവും ഒരാഴ്ചയിലെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുകയും ആ ഒരാഴ്ചയിലെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുകയും ചെയ്യുന്ന 2 ദിവസമാണ്. അതുകൊണ്ടാണ് 2 ദിവസം സുന്നത്ത് നോമ്പാക്കിയത്. റസൂൽ പറഞ്ഞു ആ 2 ദിവസം 2 മനുഷ്യരുടെ പാപങ്ങൾ അള്ളാഹ് പൊറുക്കൂല, അവരുടെ അമല് സ്വീകരിക്കൂല. തറാവി നിസ്കാരം അള്ളാഹ് സ്വീകരിക്കൂല എന്ന് നബി പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയും ഇന്റെ സ്വീകരിക്കൂല, ഞാൻ കൊടുത്ത സ്വതക്ക സ്വീകരിക്കൂല, ഞാൻ നോമ്പ് സ്വീകരിക്കൂല, ഞാൻ ബാപ്പാക്കും ഉമ്മാക്കും പൈസ കൊടുത്തിട്ട് അത് സ്വീകരിക്കൂല, ഞാൻ ഇസ്ലാമിന്റെ മാർഗത്തിൽ ചെലവഴിച്ചതും പള്ളിക്കൊക്കെ നടന്നതും സുജൂദ് ചെയ്തതും അള്ളാഹ് സ്വീകരിക്കൂല എന്ന് നബി പറയാ. അപ്പൊ സഹാബാക്കൾ വിളിച്ച് നബിയെ ഓലെന്റെ സുഹൂർ തെറ്റിച്ചതാ, നീയത്ത് മാറിയതാ? അല്ല, അഹവാനി മുത്തസ്വാരിമാനി എപ്പ റമദാൻ വന്നിട്ടും ഓല് തമ്മിപ്പോഴും തെറ്റിലാണ്. തെറ്റോന്റെ അമൽ നമ്മുടെ തലക്ക് മുകളിലേക്ക് സ്വീകരിക്കൂല. ഞാൻ ചോദിക്കണേ, ഈ പള്ളിക്കൊന്ന് ഇറങ്ങിയിട്ട് ഇത് കഴിഞ്ഞിട്ട് പടച്ചോനെ ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് 10-65 വയസ്സായിക്കണല്ലോ, ഞാൻ ഈ കിബൂറായിട്ട് ജീവിച്ചിട്ട് അറ്റാക്കൊന്ന് ഇവിടെ ഏതെങ്കിലും കുളിക്കൽ മറമാടി കഴിഞ്ഞാൽ എനിക്ക് സ്വർഗം കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്തിനാ ജീവിക്കണെന്ന് ആലോചിച്ചിട്ട് സലാം പറഞ്ഞ എത്ര ആൾക്കാരുണ്ടാവും? കിബൂറാണ് സമ്മതിക്കൂല. എന്നിട്ട് എന്താ അറിയോ? ഇവിടുത്തെ ഏതെങ്കിലും കുട്ടികൾ ഖുർആന്റെ മുന്നിൽ കൂടെ അപ്പുറത്ത് കൂടെ പോയാൽ നമുക്ക് ഖുർആനോട് ഹുർമത്ത് കേടാലേ. ഇതിനേക്കാളും വലിയ ഹുർമത്ത് കേട് എന്താ നമ്മളെ? ഓതിയിട്ട് 10-60 കൊല്ലായിട്ട് അവനാൻ പരലോകത്തേക്ക് എത്താൻ തയ്യാറായി മുടി നരച്ച് കണ്ണിന് തിമിരത്തിന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞ് മുട്ടുംകാലിന്റെ വേദന തുടങ്ങി നടക്കുമ്പോൾ തന്നെ കിടക്കാൻ തുടങ്ങി നിൽക്കും വെക്കും. നമുക്ക് ബോധ്യം ഏകദേശം തീരുമാനമായി. ഇപ്പോഴും അവനവന്റെ അമല് പരലോകത്ത് സ്വീകരിക്കപ്പെടണം, ഖുർആനികമായിട്ട് എനിക്ക് കുറ്റം കിട്ടും എന്ന് ബോധ്യപ്പെട്ട് പോയി സലാം പറയാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഖുർആനിന്റെ ആളുകളാകുക? നമ്മളെ മനസ്സിലായി. നമ്മൾക്ക് ഒരേ കുടുംബമാണല്ലോ, നമുക്ക് പറയാലോ, നമുക്ക് ഇങ്ങനെ കഴിയാം. അതിൽ പരിഹാരം സഹോദരങ്ങളെ, ഖുർആൻ എന്തിനാണ്? അബൂ ഹുറൈറ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്ലാസ്സിൽ ഇതേപോലെ ഇതേ മദീന പള്ളിയിലെ ക്ലാസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തോതി ക്ലാസ്സിൽ ക്ലാസിന്റെ അടുത്ത് അബൂ ഹുറൈറ ഞാൻ പോയി ഇറങ്ങി പോയി. തിരിച്ചു വന്നപ്പോഴേക്കും അബൂ ഹുറൈറ എന്താ ക്ലാസ് കഴിഞ്ഞു. പിന്നെ ചോദിച്ചു, അബൂ ഹുറൈറ എവിടുക്കാടാ പോയിനെ? ഞാൻ ഭാഷയിൽ പറയാൻ അബൂ ഹുറൈറ എവിടുക്കാ പോയിന്? അബൂ ഹുറൈറ ഞാൻ എന്റെ അമ്മോനോട് സലാം പറയാൻ പോലെ എന്ത് നിങ്ങൾ എന്താണ് ഖുർആനത്തെ ആയത്തോതി പറഞ്ഞത്? നേരത്തെ ഓതി ആയത്ത് നബി ഓതി അല്ലദീന യഖൂലൂന അഹദല്ലാഹി മിൻ ബഅദി വയഖതഊന മാ അമറല്ലാഹു ബി അൻ യൂസല വയുസലല്ലാഹ്. അല്ലാഹ് പറഞ്ഞ ഏതെങ്കിലും ഒരു ബന്ധം മുറിച്ചു കളഞ്ഞ ആളുകൾ ഉലൈക ഹുമുൽ ലഅന. തഫ്സീർ എടുത്ത് നോക്കി സമയം അറിയണമല്ലോ, മുഴുവൻ തഫ്സീർ എടുത്ത് നോക്കി. അല്ലഅന ആയത്ത് അല്ലഅന اللعنة شرع لعنة الله لعنة الملائكة لعنة الأنبياء لعنة لجميع المؤمنين. അള്ളാന്റെ ശാപം, മലക്കാളെ ശാപം, അമ്പിയാക്കന്മാരുടെ ശാപം, മുഴുവൻ വിശ്വാസികളുടെയും ശാപം അവർക്കുണ്ടാവും. ഓരോരോ നിസ്കാരം, സ്വതക്കും ദാനധർമ്മം, താടി, നെരിയാണി, പ്രസ്ഥാന പ്രവർത്തനം, പള്ളി, ദഅവത്ത് പരലോകത്ത് വരട്ടെ. അവർക്ക് സ്വർഗ്ഗമല്ല ഉണ്ടാകുക, നരകം ഉണ്ടാകുക. ഈ ആയത്ത് കേട്ടിട്ട് അപൂർവ നേരം പോയി.
എന്നിട്ട് പറഞ്ഞു നബിയെ ഞാൻ എൻ്റെ അമ്മോനോട് തെറ്റിക്കേനി, ഞാനിതിൽ ന്യായം നോക്കില്ലേ, അമ്മോനല്ലേ ഇങ്ങട്ടല്ലേ, ഞാൻ ചെറുതല്ലേ, എന്നെ ഉൾക്കൊണ്ടൂടെ, മൂപ്പര് ഇങ്ങട്ടല്ലേ തെറ്റി, ഞാനൊന്നും ചെയ്തില്ല. ഞാൻ മുസ്ലിമായി ജീവിച്ച എന്റെ നിസ്കാരം തലക്ക് മുകളിലേക്ക് പോകണമെങ്കിൽ അമ്മോന് ചെയ്തുണ്ടാവില്ല, എനിക്ക് ചെയ്തല്ലേ. ഞാൻ നട്ടപ്പാരിക്ക് 4:30 അലാറം വെച്ചാണ്ട് ഊതെടുത്താണ്ട് തണുത്ത് പറിച്ചാണ് താജൂസ് ചെയ്തിട്ട് ഇത് തലന്റെ മുകൾക്ക് പോകില്ല, പരലോകത്ത് ഉണ്ടാവില്ല, അതിനേക്കാളും വലിയ പൊട്ടനാരാ നബി. ഞാൻ പോയി സലാം പറഞ്ഞ് കെട്ടിപ്പിടിച്ച് പോകുന്നു. ഞാൻ ചോദിക്കണം എന്താ അറിയോ, എന്തിനാ ഖുർആൻ? അതിനാണ് ഖുർആൻ. അത് ചെയ്യാതിരുന്നാൽ സഹോദരങ്ങൾ നഷ്ടാണ്. ഞാൻ സാന്ദർഭികമായിട്ടൊരു കാര്യം പറയാം. ദുനിയാവിന്റെ വാശിക്കും ദുനിയാവിന്റെ ചെറിയ കിബറിനും വേണ്ടി സ്വർഗം നഷ്ടപ്പെടുത്തുന്നവനേക്കാൾ വലിയ വിഡ്ഢി ഈ ലോകത്തില്ല. വിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പറഞ്ഞു കൊടുത്താറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി ഒരു കാര്യം പരലോകവുമായി ബന്ധിപ്പിച്ചിട്ട് സഹാബാക്കൾ അങ്ങനെയൊക്കെ ചെയ്യണോ എന്നത് ഇങ്ങനെ തോന്നിയപ്പോൾ നബി പറഞ്ഞു കൊടുത്തറിയോ? നബി ഇങ്ങനെ സഹാബാക്കൾ ചോദിച്ചു, ഞങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞങ്ങൾ നബി നിലക്ക് വാങ്ങണം കേട്ടോ. എന്താ നബി? നബി പറഞ്ഞു, ചത്ത കഴുതയുടെ കുളമ്പ് പൈസക്ക് നിങ്ങളൊന്ന് വാങ്ങണം. അപ്പൊ സഹാബാക്കൾ പൈസക്ക് വാങ്ങി. എന്തേ? അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ, നബിയെ ജീവനുള്ള കഴുതന്റെ കുളം തന്നെ ഞങ്ങൾക്ക് വേണ്ട, വെറുതെ കിട്ടിയാൽ തന്നെ വേണ്ട, അതിനാവശ്യമില്ല. അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ ചത്തിക്കണ്, കഴുതന്റെതുമാണ്, കുളമ്പുമാണ്, പൈസയുമാണ്, എങ്ങനെ നബി വാങ്ങുക? എങ്കിൽ നിങ്ങളെ ദുനിയാവിലെ വാശി, നിങ്ങൾ ദുനിയാവിലുള്ള പൈസ, നിങ്ങളെ മനസ്സിലുണ്ടാണ് ദുനിയാവിന്റെ ഈ ഒരു സംഗതി ഉണ്ടല്ലോ, ആ സംഗതിക്ക് അള്ളാഹു പരലോകവുമായി ബന്ധപ്പെടുത്തുമ്പോൾ അള്ളാന്റെ വിലയാട്ടോ ചത്ത കഴുതയുടെ കുളമ്പിന്റെ പൈസ. അതിനും വേണ്ടിയിട്ട് നിങ്ങൾ ആമല് പൊളിക്കണത്, അതിനും വേണ്ടിയിട്ട് ഞങ്ങളെ വാശിയും ഈഗോയും വെച്ചുകൊണ്ട് ജീവിക്കണത്. ഖുർആൻ എന്ന് പറഞ്ഞാൽ ജീവിതം കിട്ടും മാറ്റണം. ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ ജീവിക്കുകയാണ്. ഇപ്പൊ ഞാൻ അങ്ങനെ ജീവിച്ചോണ്ട് നിൽക്കുമ്പോ എന്റെ മുന്നിൽ ഞാൻ പഠിപ്പിച്ചൊരു കുട്ടി എന്നിട്ട്, മൗലവി നിങ്ങൾ ഇങ്ങനെ കച്ചവടത്തേക്ക് പോയിട്ടില്ലേ? കുഴപ്പമില്ല, അത് കുഴപ്പമില്ല, പക്ഷെ രണ്ടാമത്തേതിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. എടാ അത് നമുക്ക് പറ്റൂല, മൗലവി ഇതൊക്കെ സൂറത്ത് ആൽ ഇംറാനിൽ അങ്ങനെ പറഞ്ഞു, അങ്ങനെ ഉണ്ടല്ലേ? ഓക്കെ, ഞാൻ ഒന്നുകൂടി ഉറപ്പിക്കുന്നു, ഞാൻ ആ സാധനം പിൻവലിക്കുന്നു, പോരുന്നു. അതാണ് അഹ്ലുൽ ഖുർആൻ. അതാണ് അഹ്ലുൽ ഖുർആൻ. അതിനാണ് ഖുർആൻ, അതിനാണ് ഖുർആൻ. മിണ്ടാത്തവർ, സലാം പറയാത്തവർ, മടക്കാത്തവർ, കണ്ടാൽ മിണ്ടാത്തവർ, ഒരേ വഴിക്ക് വന്നാൽ മുഖം തിരിച്ചു പോരുന്നവർ, സഹോദരങ്ങളെ. എന്നിട്ട് ഖുർആൻ ഒന്നാമത്തെ വട്ടവും രണ്ടാമത്തെ വട്ടവും ഹത്തം തീർത്ത് അങ്ങനെ ജീവിക്കുന്നവർ. അവിടെയാണ് അല്ലാഹു ചോദിക്കുന്നത്, അൽ ഖുർആൻ ഹുജ്ജത്തുൽ ലക വഅലൈക. ഖുർആൻ നമുക്ക് അനുകൂലമായും പ്രതികൂലമായും അല്ലാഹുവോട് സാക്ഷി പറയും. എന്താ അനുകൂലമായിട്ട് പറയാം? പടച്ചോനെ, ആയത്ത് കാണുന്നത് വരെ, അത് ഊതുന്നത് വരെ ഓരോ ജീവിതം എങ്ങനെയായിരുന്നു, കേട്ടിനെ ചോലും ഇങ്ങനെ ജീവിച്ചവിടെ സ്വർഗം കൊടുക്കണമെന്ന് ഖുർആൻ നമുക്ക് വേണ്ടി പറയും. എന്നാൽ നമുക്ക് എതിരെ ഖുർആൻ പറയുന്നത് എന്താ? പടച്ചോനെ, ഒരായത്ത് ദീസ കണ്ടിട്ടുണ്ട്, പക്ഷെ ഓലെ ഈഗോ ഓലെ സമ്മതിച്ചിട്ടില്ല. പടച്ചവനെ ഓത്തു മാത്രം നടത്തി ജീവിതത്തിലില്ലാത്ത അവർക്ക് നരകം കൊടുക്കണം എന്ന് ഖുർആൻ നമുക്ക് എതിരാണ് പറയും. എന്തിനാ റസൂലുള്ളാഹി പറഞ്ഞത്? ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ നിസ്കരിക്കാൻ വന്നാണ്ടേ വന്നിട്ട് അള്ളാഹു കെട്ടാൻ എത്തപ്പെടുത്തവനെ കണ്ടാണ്ട് അപ്പുറത്ത് പോയി കെട്ടണം. എന്നിട്ട് അപ്പുറത്ത് പോയി കെട്ടിട്ടുണ്ട്. ഓ അപ്പുറത്തോട് എന്താ സ്വപ്പ് നേരെ കാത്ത് വിരലും ചേർന്ന് കാണും. ഒറ്റ ഒന്നാം കൊടുക്കാം. ഞാൻ വിരലും അതിന്റെ സുന്നത്തിനെ പറ്റിയല്ല പറഞ്ഞത്, ആ ഹദീസ് മൊത്തം വായിക്കണ്ടേ. ഞാൻ ആവശ്യമുള്ള സംഘടനക്ക് വേണ്ടിയിട്ടുള്ള വായന വായിച്ചു. ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞ ഹദീസിന്റെ വാക്യം എന്താ അറിയോ? നിങ്ങൾ സ്വപ്പുകൾ ചേർന്ന് നിൽക്കുക. അതിന്റെ താഴെ ഒരു വാചകം കൂടി ഉണ്ട്, വിശ്വാസികൾക്കിടയിൽ അതുവഴിയാണ് ഇണക്കവും ഐക്യവും ഉണ്ടാവുക. എന്നിട്ട് ഇപ്പുറത്തോനെ കണ്ടാണ്ട് എടുത്തു പോയിട്ട് കെട്ടാനും കൂടി മടിച്ചു. അപ്പുറത്തോ ഞാനുണ്ട് സുന്നത്തിനെ പറ്റി പറയുന്നത്. നമ്മൾ എങ്ങനെയാണ് നമ്മൾ മണ്ണിന്റെ അടിക്ക് പോവുക? കഥ മനസ്സിലാക്കി എങ്ങനെ പോവുക? അറ്റ്ലീസ്റ്റ് നമുക്ക് ഇങ്ങനെ പറയാം, ഒരു സഹാബി, ആ ഭാഗം അവസാനിപ്പിക്കാനാണ് സമയക്കുറവുകൊണ്ട് ആ ഭാഗം അവസാനിപ്പിക്കാം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹയിന്റെ അടിസ്ഥാനത്തിൽ നബി സഹാബാക്കൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഈ സഹാബിയെ പോലെ ആകാൻ നമ്മൾ പ്രാർത്ഥിക്കണം, ശ്രമിക്കണം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹയാണ്. ആ വഹയിന്റെ അടിസ്ഥാനത്തിൽ നബി പറയട്ടോ, ഇനി സദസ്സിലേക്ക് വരുന്ന സഹാബി സ്വർഗത്തിലായിരിക്കും എന്ന് അള്ളാഹുവിന്റെ വഹയിൽ. സഹാബാക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി, ഇങ്ങനെ നോക്കുന്നുണ്ട്.
അധികമൊന്നും അറിയപ്പെടാത്ത ഓരക്കടിയിൽ നമ്മളറിയില്ല, സാധാരണ ഒരു മനുഷ്യന്നറിയില്ല. സാബിങ്ങനെ ചില റിപ്പോർട്ടിലൊക്കെ അറിയാം, ചെരുപ്പ് കയ്യിൽ പിടിച്ച് ഇങ്ങനെ പിടിച്ചു വരില്ലേ നമ്മളിങ്ങനെ തുണിയൊക്കെ, അങ്ങനെ സാധു മനുഷ്യൻ. അങ്ങനെ സഹാബക്ക് അത്ഭുതമായി. ഞാൻ അത് കഴിഞ്ഞു. മറ്റൊരു സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി സദസ്സിക്ക് വരുന്ന ആള് സ്വർഗത്തിന് അള്ളാന്റെ വഹിയും കിട്ടും. സഹാബാക്കൾ ഇങ്ങനെ പ്രതീക്ഷിച്ചു. അതേ സഹാബി 3 തവണ പ്രവാചകൻ പറഞ്ഞു ഇതേപോലെ. സഹാബാക്കൾ എന്ത് എന്തുകൊണ്ടായിരിക്കും അതും സാധാരണക്കാരനായ ഇദ്ദേഹത്തിന് സ്വർഗമുണ്ട് എന്ന് വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് വഹിയാണ്. നബിക്ക് വഹി ഇറങ്ങിയതാണ്, അല്ല നബി വെറുതെ പറഞ്ഞതല്ല. ഓല് പോയി വീട്ടില്, അങ്ങനെയാണ് അറബികൾ ഇസ്ലാമിക സംഗതി അറിയില്ല, പൊതുതത്വം. വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നാൽ 3 ദിവസം അല്ലേ, അവരോട് എന്തിനാ വന്നതെന്ന് ചോദിക്കരുത്. പൊതു നിയമമാണ്, പൊതു നിയമം. നമ്മളില് വൈക്കുന്ന തന്നെ എന്തേ ആളില്ല, വിട്ടു അറിയും. വരുമ്പോ തന്നെ മുമ്പ് ഗേറ്റ് വന്നിട്ടുണ്ടാവുള്ളൂ. ഇസ്ലാമിന്റെ പൊതു മലയാളത്തിലെ ഇതിലേക്ക് വേറെ ഭാഗം വരാന്താന്നല്ല, ചില പേരിൽ വരണ്ടെന്നില്ല, ഇംഗ്ലീഷ് എഴുതിയാണ് ലാസ്റ്റ് വരാന്താന്ന് വായിച്ചതാന്നൊക്കെ പറഞ്ഞേക്കാം. ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാമികമായിട്ട് സഹാബാക്കളുടെ കാലത്ത് 3 ദിവസം ഒരു ഭക്ഷണത്തെ കൊടുത്തിട്ട് പിന്നെ എന്തിനാ വന്നോന്ന് ചോദിക്കാം. അങ്ങനെ സഹാബാക്കൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നു. 3 ദിവസം താമസിച്ചു. 3-ാമത്തെ ദിവസം പോകാൻ നേരത്തെ ചോദിച്ചല്ല, നിങ്ങൾ എന്തിനാ വന്നില്ല? 3 ദിവസം എന്റെ ഒപ്പം ഇങ്ങനെ ഉണ്ടേ, നിങ്ങളെന്താ കാര്യം എന്ന് പറഞ്ഞില്ല. ഒരു പറഞ്ഞു, പ്രവാചകൻ സഹായിച്ച 3 സമയത്ത് ഇനി വരുന്ന ആള് സ്വർഗത്തിലാണ്, അള്ളാന്റെ വഴിയുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ മുഴുവൻ കാത്തുന്നപ്പോ നിങ്ങളാ വരുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അത് നിങ്ങളെ അറിയിക്കുമാണ്, നിങ്ങൾക്ക് എന്താ ഞങ്ങളെയൊക്കെ ഇല്ലാത്തത് എന്നും നോക്കി അത് ജീവിതത്തിൽ പകർത്താനാണ്. അദ്ദേഹം ഭയങ്കര സന്തോഷിച്ചിട്ട് അൽഹംദുലില്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. നബി അങ്ങനെ പറഞ്ഞോ, അൽഹംദുലില്ലാഹ് ഞാൻ നിങ്ങൾ ചെയ്യുന്നതൊന്നും ചെയ്യുന്നില്ലടാ, ഞാൻ നിങ്ങളെ പോലത്തെ സാധാരണ ആണല്ലേ. എന്നാലും അങ്ങനെയല്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇതാണ് എനിക്കറിയില്ല, ഞാൻ ഒരു കാര്യം ഉറപ്പിക്കുന്നുണ്ട്. അതെന്താ? ഞാൻ ഉറങ്ങണീന്റെ മുന്നേ ആരോടെങ്കിലും തെറ്റിക്കണേ ഞാൻ വീട്ടിൽ സലാം പറയാം. പകല്ല വിദ്വേഷമല്ല, തെറ്റിയിട്ടില്ല എന്ന് ഉറപ്പിക്കണേ ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വഅഹ്യാന്ന് ചൊല്ലുള്ളൂ. എഴുന്നേൽക്കുമ്പോ ഞാൻ എങ്ങാനും മരിച്ചാൽ അയാൾ എന്നോട് തെറ്റിയിട്ടും പകവെച്ചിട്ടുമാണ് ജീവിച്ചിരുന്ന നിന്നെ പറ്റി പറയുന്നത് നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പരമാവധി ശ്രമിക്കും. സഹാബാക്കൾ അദ്ദേഹത്തെ ആലിംഗനം അങ്ങനെ ചെയ്തു. ഇതുകൊണ്ടാണ് കേട്ടോ അള്ളാഹു നേർക്ക് നേരെ ദുനിയാവുക്ക് വഴിയിറക്കിയത്. നമ്മളെ പറ്റി ഇങ്ങനെ പറയണം. ഞാൻ ഈ പറയണത് എന്താ അറിയാം, ഞാൻ പറയുന്നതിന്റെ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ആ ഭാഗം നിർത്താം. ഞാനത് പറയുമ്പോൾ എനിക്കറിയാം നമ്മൾ മനുഷ്യരാണ്, മലക്കല്ല. നമ്മൾ ഉപദ്രവിച്ചവർ, നമ്മളെ കഷ്ടപ്പെടുത്തിയവർ, നമ്മളെ അപമാനപ്പെടുത്തിയവർ, നമ്മളെ മാനം കെടുത്തിയവർ ഒക്കെ മനസ്സിലുണ്ട്. ഞാൻ പറയാണ് മലക്കല്ല, മനുഷ്യനാണ്. പക്ഷേ അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന ബന്ധം ഉണ്ടാകണം. അത് ദീനിന്റെ ബേസാണ്, ദീനിന്റെ അടിസ്ഥാനാണ്. അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന ബന്ധം ഉണ്ടാകണം. ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി എന്ന് പറയുന്ന ബന്ധമാണ്. അത് പൊട്ടിച്ചാൽ ലാ യജൂസുൽ മുസ്ലിം, ഹദീസിന്റെ അർത്ഥമല്ല, ലാ യജൂസുൽ മുസ്ലിം, മുസ്ലിമിന് അനുവദനീയമല്ല. അള്ളണ്ട്, പരലോകമുണ്ട്, ഖബറുണ്ട്, സിറാത്തുണ്ട്, വലത് കയ്യിൽ ഗ്രന്ഥം ലഭിക്കും, മീസാനുണ്ട്, അർശിന്റെ തണലുണ്ട്, സിറാത്ത് പാലുണ്ട് എന്ന് 100% വിശ്വസിക്കുന്ന ഒരാൾക്ക് അനുവദനീയമല്ല മറ്റൊരു സഹോദരനോട് തെറ്റി നിൽക്കൽ 3 ദിവസത്തിൽ അപ്പുറം. 3 ദിവസത്തിലപ്പുറം ഞാൻ തെറ്റി നിന്നാൽ എന്റെ അമല് പോകും. ഹറമിന്റെ ഇമാമാണെങ്കിലും അമല് പോകും. നബിന്റെ ഹദീസാണ്. മൗലവി ആണെങ്കിലും അമല് പോകും. നമ്മളെ പിന്നെ എന്തിനാ മുസ്ലിമായി ജീവിക്കണേ? നമ്മൾ പരലോകത്ത് നിസ്കാരമല്ല, നോക്കൂല, ഒരു സാധനമില്ല. ഇവിടെ കണ്ടുപിടിച്ചാടി സിനിമകൾ കൂടെ പോയിട്ട് വ്യഭിചരിച്ച് നടന്നുകൂടിയോ? നമ്മളെപ്പോലെ ഒരു വിപത്തി ആരും ഉണ്ടാവില്ല. നമ്മൾ പടച്ചോൻ പറഞ്ഞ ആ ഭാഗം ശ്രദ്ധിക്കാതെ ബാക്കി എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ നാളെ പരലോകത്ത് ഒന്നുമില്ലാത്തവരായി നിൽക്കേണ്ടി വരും എന്ന ബോധ്യം ഉണ്ടാകും. അതുകൊണ്ട്
ഫോൺ വിളിക്കുക, മിനിമം നേരിട്ട് കാണാൻ പറ്റുന്നത് കാണുക, കൈയോണ്ട് സലാം പറയുമ്പോൾ കൈയോണ്ട് സലാം പറയാം. അറ്റ്ലീസ്റ്റ് ഫോണിലേക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പൊരുത്തപ്പെടണം കേട്ടോ എന്ന് പറയുക. ഇത് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ഭയങ്കര ഇടങ്ങേറില്ലേ, ഭയങ്കര ഇടങ്ങേറില്ലേ. നമ്മൾ താഴുകയാണ്, എന്താ നമ്മളെ ചവിട്ടി തീർക്കുകയാണെന്നൊക്കെ അല്ലേ. ആ സങ്കടത്തിനാണ് അല്ലാഹ് പറഞ്ഞത് സ്വർഗ്ഗം. അമ്മാമൻ ഖാഫ മഖാമ റബ്ബി വനഹ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. ഇന്റെ മനസ്സ് കുതിച്ചു, മിണ്ടണ്ട, സലാം പറയണ്ട, അങ്ങട്ട് പോണ്ട. പക്ഷേ അമ്മാമൻ ഖാഫ മഖാമ റബ്ബി, ഞാൻ അല്ലാഹുവിന്റെ മുന്നിൽ ചേലാകർമ്മം ചെയ്യാത്തവനായി, പൂർണ്ണ നഗ്നനായി, ചെയ്തു വെച്ച പാപങ്ങളുടെ ഫലമായി മുട്ടുവരെ അരവരെ മൂക്കിന്റെ അറ്റം വരെ വിയർപ്പിൽ മുങ്ങിക്കുടിച്ച് ഭയചകിതനായി നിൽക്കുന്ന സമയത്ത് ഞാൻ പടച്ചോന്റെ മുന്നിൽ നിന്ന് സ്വർഗം കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ട് എന്റെ മനസ്സും എന്റെ കുടുംബക്കാരും നാട്ടാരും നീ വിട്ടുകൊടുക്കണ്ടടാ എന്ന് പറഞ്ഞതിനെ ഞാൻ മാറ്റി പടച്ചോന് വേണ്ടി ഞാൻ സലാം പറഞ്ഞാൽ അള്ളാഹു നമുക്ക് സ്വർഗം എഴുതി വെക്കും. അതാണ് ഖുർആൻ. അങ്ങനെ ഖുർആൻ കൊണ്ട് ജനങ്ങളെ മാറ്റിയത്. ഞാൻ പറഞ്ഞത് അവിടേക്കാണ് ഞാനും എന്റെ കുടുംബം എത്തേണ്ടത്. അത് എല്ലാ മേഖലയിലും, പരിശുദ്ധ ഖുർആനില് എന്താ നമ്മള് ഇങ്ങനെ ഖുർആൻ ഓതുക, സൂറത്ത് ബഖറ ഇങ്ങനെ ഓതുമ്പോ നമ്മള് നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറയട്ടോ. സൂറത്ത് ബഖറ ഇങ്ങനെ ഓതുമ്പോ അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, അല്ലാഹു കച്ചവടം ഹലാലാക്കി പലിശ ഹറാമാക്കി ആയത്തു നിങ്ങൾ ആലോചിച്ചു. ഞാനിങ്ങനെ എപ്പോഴും ആലോചിക്കും, നാളെ നമ്മളെ നാട്ടിലൊരു എന്താ പള്ളി കമ്മിറ്റിന്റെ പ്രധാനപ്പെട്ട ഒരാള് എന്താ പലിശയുമായി ബന്ധപ്പെട്ട് ഭയങ്കര കേസ് കൂടി. പള്ളി കമ്മിറ്റിയിൽ പേര് ചർച്ച, അതിൽ മൂപ്പരിൽ നേച്ചത് മറുപടി പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ പലിശയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ അപ്പൊ എന്തോ 3 ലക്ഷം പലിശ അങ്ങനെന്തൊക്കെയാണ് എന്താ തർക്കമുണ്ടെങ്കിൽ ഞാൻ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. എന്നാലും ഉപരി തിരിച്ചു കൊടുക്കൂല. മറ്റേ ആ ഈമാനാണ്. ഏത് ആ സാധനം തിരിച്ചു കൊടുക്കൂല, ഈ സാധനം വാങ്ങേണ്ട ആ സാധനം തിരിച്ചു കൊടുക്കൂല. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, അബ്ദുൽ മുത്തലിബ് എന്ന് നബിന്റെ കുടുംബം പിടിക്കാനാട്ടോ വന്ന്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബ് നബിന്റെ വല്യാപ്പയാണ്. അപ്പൊ പിടിക്കാൻ നബിന്റെ കുടുംബം ആരാണ്? എന്റെയും ജോലി അറിഞ്ഞോളെ പലിശക്ക് പൈസ കൊടുത്ത് ജീവിക്കുന്നു. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ തൊഴിൽ പലിശക്ക് പൈസ കൊടുത്ത് ജീവിക്കാം. കോടീശ്വരൻ, അന്നത്തെ കോടീശ്വരൻ. അള്ളാന്റെ ആയത്തിൽ പലിശ ഇനത്തിൽ കിട്ടാനുള്ളതൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണം. അള്ളാഹു പലിശ ഹറാമാക്കിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ മുഴുവൻ വിളിച്ചു കൂട്ടിയാണ്ടേ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് മൂത്താപ്പാനോട്ട് ഇങ്ങനെ എന്നാണ്ട് പറഞ്ഞു, ഖുർആന്റെ ആയത്തുണ്ട്, ഇനി പലിശ ഇനത്തിൽ കിട്ടാനുള്ളതൊന്നും കൊടുക്കണ്ട. അതിന്റെ ഒന്നാമത്തെ മാതൃകയായിട്ട് എന്റെ കുടുംബക്കാരൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന് കിട്ടാനുള്ളതൊന്നും ഞങ്ങൾ ആരും തിരിച്ചു കൊടുക്കണ്ട. ആയത്തനം കേട്ട് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ഹദീസിന് ചരിത്രത്തിൽ കാണാൻ അറിയാം, അങ്ങോട്ടും നടന്നു ഇങ്ങോട്ടും നടന്നു. ചെങ്ങന്മാരങ്ങളൊന്നും ആലോചിച്ചു, എനിക്കൊരു 3, 5 അല്ലെങ്കിൽ 2 കോടി റുപ്യ കിട്ടാണ്ട് ഞാൻ ഇൻഷാ അല്ലാഹ് കിട്ടിയിട്ട് വേണം കോഴിക്കോട് ടൗണില് മലബാർ ഗോൾഡിൽ ഒരു സാധനം എടുക്കാണ്. യൂസുഫ് അലിന്റെ ലുലൂത് വരുന്നുണ്ട്, അതിലൊന്ന് സാധനം എടുക്കാൻ പറ്റിയിരുന്നു. ഇന്നൊരായത്തിറങ്ങാണ് 2 കോടി എനിക്ക് വേണ്ട. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നിട്ട് പറഞ്ഞ വാചകന്റെ ചരിത്രത്തിൽ അറിയും, അടങ്ങ് അബ്ബാസെ, അള്ളാന്റെ കൽപ്പനയാണ്. അടങ്ങ് അബ്ബാസെ, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വിശ്വാസമുള്ള നബിയെ ഒരിക്കൽ കൂടി പറഞ്ഞോളി, ഞാൻ ഓക്കെ നമ്മളന്ന് സ്പോട്ട് കേട്ടിട്ടാണ് ലക്ഷക്കണക്കിന് ദീനാർ ഒറ്റ ആയത്തുമല പോണ്. നമ്മളത് കേൾക്കാൻ തുടങ്ങിയിട്ടും ബെഞ്ചന്ന് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വൻപാപങ്ങളിൽ പെട്ടതാണ്. ഫോണ് 13,000 കേൾക്കണ്ടേനി. പിന്നെ അങ്ങനെ എടുത്താൽ ഇപ്പൊ ഐഫോൺ എടുത്തില്ല. ഐഫോണിന് എത്രയാ? സെക്കൻഡ് ഹാൻഡ് എത്ര? 75,000. ബാക്കി നീ പൈമ ആയത്തോതാന്നിക്കല്ലിങ്ങള് അർത്ഥം എന്താ? പലിശയാണെന്നാണ് ഒറ്റ വാക്കാണ്. അയിമ ആയത്തോതല്ലി അറിയില്ല അർത്ഥം എന്താ? അയിമ പലിശ ഉണ്ടല്ലോ. അപ്പൊ വാപ്പാന്റെയൊക്കെ കിഡ്നി വിറ്റാണെന്ന് 70,000 ഉറുപ്പിക ഉണ്ടാക്കൂലല്ലോ. വണ്ടി അതാണ് നമ്മള് കൃത്യമായിട്ട് നമ്മള് പല റമദാനിലെ നമുക്ക് മാറല്ലോ. വണ്ടി, ഫോണ്, പഠനം, വീട് എല്ലാം പലിശ.
എല്ലാം നമുക്ക് കുറ്റബോധം കൊണ്ട് നമ്മളെ ഞാൻ സഹോദരിമാര് കൂടി കേൾക്കുന്നുണ്ട്. സഹോദരിമാരെ ഇപ്പൊ നമുക്കിങ്ങനെ പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ തന്നെ പറയാൻ പറ്റില്ല റമദാൻ ഏതെല്ലാം. പക്ഷെ നബി പറഞ്ഞ ഹദീസിന്റെ ആശയം പറയട്ടെ, നമ്മളെ ഉമ്മാനെ ഒരാൾ തോന്നിയാസം ചെയ്തു പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. പറയാൻ പറ്റില്ല. പറഞ്ഞ വാക്കം വരും, പലിശ 36 37 ഇനങ്ങളുണ്ട്. അതിൽ ഏറ്റവും അവസാനത്ത് ഒരാള് ബോധപൂർവം പലിശ ജീവിതത്തിൽ കൊണ്ടെന്നു പറഞ്ഞാൽ അയാൾക്ക് പരലോകത്തിൽ നിന്ന് ശിക്ഷയെ പറ്റി നബി പറഞ്ഞ വാക്കം വരും, സ്വന്തം ഉമ്മയെ വ്യഭിചരിച്ച കുറ്റം. നമ്മൾ ഈ പെരേറ്റ നേരത്ത് ഏകദേശം നമ്മളെ പൂജയൊക്കെ ഉണ്ടാവും. എനിക്കൊക്കെ പൂജയില്ല, ഞാൻ പെരേറ്റുന്നില്ല, നമുക്ക് പൂജയില്ല. അങ്ങനെ കേട്ടുമ്പോ ഇവിടുന്ന് അങ്ങോട്ട് പലിശ കൊണ്ട് അറിയുമ്പോൾ നമ്മൾ പോകുമ്പല്ലേ അവിടെ അതിന്റെ അപ്പുറത്തേക്ക് എന്റെ ഉമ്മാനെ തോന്നിയാസിന്റെ കുറ്റത്തിന് കിട്ടും. ഉമ്മാരെ നിങ്ങളെ ഭർത്താവിനോട് നിർബന്ധിക്കും, നിങ്ങൾ ആലോചിക്കണ്ടേ, നിങ്ങൾ ഉമ്മാനെ അങ്ങനെ തോന്നിയാസിന്റെ കുറ്റാണ് എനിക്ക് കിട്ടുക. ഇതില്ലെങ്കിൽ പിന്നെ ഞാൻ ആ ഖുർആനിൽ അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ എന്നുള്ള ആയത്ത് എത്ര വട്ടം ഓതുന്നത് എന്തിനാണ്? കാരണം അതുമായിട്ട് എന്റെ ജീവിതത്തിന് യാതൊരു ബന്ധമില്ലെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ട. ഇത് ഖുർആൻ നമുക്ക് പറയാണ്, പ്രവാചകന്റെ വാക്കട്ടോ, യഖ്റഊനൽ ഖുർആന. നമ്മൾ ശരിക്കും ഉമ്മാരിത് ശരിക്കും കേൾക്കണം, ഉമ്മാരങ്ങൾ ശരിക്കും കേൾക്കണം. നബിന്റെ വീട്ടിൽ നബിന്റെ സഹാബാക്കൾ അങ്ങാടിക്ക് രാവിലെ ഇറങ്ങുമ്പോ ഭാര്യമാര് പറയും, ഇക്കാക്ക പട്ടിണിയാണെങ്കിൽ കാരക്കും പച്ചുള്ള ഞങ്ങൾ കുടിച്ചോണ്ട്, പക്ഷേ ഹറാമിന്റെ പൈസ വാങ്ങരുത്. ഇത് ഏതെങ്കിലും ഒരാൾ ഈമാൻ കയറിയിട്ട് നോക്കടി നമുക്ക് ഉള്ളതുകൊണ്ട് പെരക്ക പലിശ ഒന്നും വാങ്ങണം. തുടങ്ങി മൂപ്പരെ പാടി സംഘടന തുടങ്ങി മൂപ്പരായത്തോ എന്നിട്ട് മൂപ്പരെ കിട്ടണം മറിച്ചിടും കേട്ടോ. അപ്പുറത്ത് പോയിട്ട് സലഫി മഫ്തനന്റെ പുറത്ത് എന്താ നിക്കാബാണോ സുന്നത്ത്, ഹിജാബാണോ സുന്നത്ത്. നമ്മൾ ഈ കപടത്തെ മുഴുവൻ പടച്ചോനറിയും. ആൾക്കാരെ മുന്നിൽ ആളായി അസിലിയായിട്ട് ഖുർആൻ എന്ന് വ്യതിചരിച്ച് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുള്ള കാര്യത്തിൽ സംഘടനയായിട്ട് പടച്ചോൻ ഈ കപടത ശരിക്കറിയും. അതുകൊണ്ടാണ് അള്ളാഹു നേർക്ക് നേരെ പറയുന്നത്, പ്രവാചകന്റെ വാക്കട്ടോ, യഖ്റഊനൽ ഖുർആന, അവർ ഖുർആൻ മനോഹരമായി പാരായണം ചെയ്യും. സുദൈസിയുടെ, ശുറൈനിയുടെ, അബ്ദുൽ ബാസിത്തിന്റെ ഈണത്തിൽ മനോഹരമായി ഓതുന്ന പള്ളിക്കൊക്കെ പോകും. അതിനൊന്നും കുറ്റലട്ട ഞാൻ പറയാൻ പോകും, മക്കളെയും പഠിപ്പിക്കും. വലാ യുജാവിസു ഹനാജിറഹും, ഓതുന്ന ആയത്ത് തൊണ്ടക്ക് താഴ്ത്തിക്കാൻ വരൂല. ഇവിടുന്ന് ഇങ്ങനെ മണിക്കും, ഇവിടേക്ക് ഇറങ്ങൂല. ഇവിടേക്ക് ഇറങ്ങാനാണ് ഖുർആൻ, ഓതാൻ അറിയാത്തവൻ ഖുർആൻ മാ ഇമാമുക്ക എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടണം. എനിക്ക് ശബ്ദം സംസാരിക്കാൻ കഴിയില്ല എന്ന് വെച്ചോളി, എനിക്ക് കൂലില്ലേ? ഉണ്ട്. ഖുർആനെ പിൻപറ്റിന്റെ കൂലില്ലേ? അതെങ്ങനെയാണ്? ഓതാൻ കിട്ടുന്നില്ലെങ്കിലും ജീവിതത്തിൽ പകർത്തി മനസ്സുകൊണ്ട് ഓതുന്നവന് ഖുർആന്റെ അഖിലുകാരനാണ്. അവിടേക്ക് വരണം. എന്റെ വാക്ക് ചുരുക്കുക, ഏത് വിഷയത്തിലും എന്താ എനിക്ക് ഓർമ്മയുള്ള നമ്മളെ നാട്ടിൽ സ്വത്ത് ഓഹരിക്കുന്ന ഒരു വിഷയം വന്നു. അപ്പം എന്താ വാപ്പാന്റെ അടുത്തൊക്കെ വന്നു. വാപ്പ പറഞ്ഞ ഷാഹിദ് നമുക്കൊന്ന് ഇരിക്കാറ് ആയിക്കോട്ടെ. അപ്പൊ ഇത്ര താടി ഉണ്ട് ഒരാള്, മറ്റൊരു മീഡിയം താടി, മറ്റേ സലബി വംശക്കാരനാണ്. സ്വത്തോരക്കണതുമായി ബന്ധപ്പെട്ടിട്ടപ്പോ അതിന്റെ ബേസിക് ഇസ്ലാമിന്റെ നിയമം പറഞ്ഞു, മക്കളാണെങ്കിൽ എന്താ പെൺകുട്ടികളുടെ ഇരട്ടിയാണ് ആൺകുട്ടി, മക്കളാണെങ്കിൽ ബാക്കി ഇങ്ങനെ പറഞ്ഞപ്പോ അതില് എന്റെ ഒരു ഓർമ്മയില് ആ താടി വെച്ച അദ്ദേഹം ഒരു പെൺകുട്ടിയുടെ ഭർത്താവാണ്. അവള് മൂപ്പര് സമ്മതിച്ചില്ല. അങ്ങനെ മോളി പറ്റി നമ്മളെ ബലിയിലാണ് ബാപ്പി വളർന്നെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ബാപ്പ അങ്ങനെ ഖുർആൻ ആയത്തെടുത്താണ്ട് ഈ ആയത്താണ്, ഇതാണ് അള്ളാഹ് പറഞ്ഞത് മക്കളുടെ വിഷയത്തിൽ അങ്ങനെയാണ്. ബാക്കി അതില് ഈ മസ്തട്ട താത്ത നീക്കുന്നുണ്ടാണ്. ഇതന്നെ മോലി ഞാൻ കുറെ വട്ടമായിട്ട് മുമ്പരോട് പറയണേ, മുപ്പര് നമ്മളടീന്ന് അയാൾ അടിപ്പങ്ങളെ മൂന്നമ്മ. ഇതിങ്ങനെ ആണുങ്ങൾ വർത്താനം പറയുമ്പോൾ അങ്ങനെ ചരക്കാണ് ചോദിച്ചത്. എന്താണ് അവിടെ ആണല്ല വിഷയം, പെണ്ണുമല്ല വിഷയം. ഖുർആൻ അനുസരിച്ചൊരു വിധി പറഞ്ഞപ്പം ഉൾക്കൊള്ളാൻ കഴിയായികയുടെ ഫ്രസ്ട്രേഷൻ നമ്മളെ മുന്നിൽ വരട്ടെ. എത്ര പറമ്പും എത്ര സ്ഥലവും ഇപ്പോൾ ഓരോ കാലൊക്കെ ഉണ്ട്. നിങ്ങൾ ആയത്തുകൊണ്ട് വന്നാൽ ആദ്യം എന്താ പറയാ,
ആദ്യം എന്താ പറയാ, ഇവിടെ പല മൂല്യന്മാരും വന്ന് മദ്യം പറഞ്ഞാണ് ദയവ് ചെയ്തിട്ട് ആയത്തൊലിച്ചും കൊണ്ട് വരണ്ടാറ്. പിന്നെ സമയം നമ്മളെന്താ ഭഗവത്ഗീതയും ബൈബിളും കൊണ്ടുവരും മുസ്ലിമീങ്ങളുടെ തർക്കത്തിന്? അത് ഏതും കൊണ്ടാ വരണ്ടി? അല്ല പറയല്ലേ, ഖുർആൻ കൊണ്ടാണ് നിങ്ങൾ അവർക്കിടയിൽ മധ്യസ്ഥത വഹിക്കേണ്ടത്. അതിൽ ഖുർആന്റെ കൂടെ നിൽക്കുന്നവർ സത്യത്തിന്റെ ഭാഗത്താണ്, അവരുടെ കൂടെ നിൽക്കണം. ഞാൻ എന്തിനു പറഞ്ഞിട്ടുള്ള ആരെയും ആക്ഷേപിച്ചോണ്ടല്ല. ഒരു ഓഹരി വെക്കുന്നിടത്ത് വരെ ഖുർആൻ ഇത്ര ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞൊക്കെയാണ്. ഇന്നവർക്ക് ബാപ്പുണ്ടെങ്കിൽ ഇത്ര, ഉമ്മ ഉണ്ടെങ്കിൽ ഇത്ര, ഒന്നാമത്തെ ഭാര്യ ഇങ്ങനെ, ഭാര്യമാരുണ്ടെങ്കിൽ ഇങ്ങനെ, ഓരോന്ന് എണ്ണി പറഞ്ഞിട്ട് അത് അറിയുന്ന പണ്ഡിതന്മാരാ ചാർട്ട് കൊണ്ടുവന്നിട്ട് അപ്പൊ നിങ്ങൾക്ക് ഇത്രയായിട്ടൊന്ന് സമ്മതിക്കാത്ത ഞാൻ പള്ളിക്ക് വന്നിട്ട് 3-4 നിസ്കാരത്താകുമ്പോ ബിരിയാണി ചെമ്പ് വെക്കാനുള്ള അടയാളത്തിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്താ ഞാൻ പരലോകത്ത് പോയി പറയാം? പടച്ചോനിക്ക് ഖുർആന്റെ ആൾക്കാർ എനിക്ക് പറ്റൂലേ, ആ ഭാഗം എനിക്ക് പറ്റൂലേ, ഇന്ന ഭാഗം എനിക്ക് പറ്റൂലേ. അതുകൊണ്ടാണ് വിശ്വാസം പറഞ്ഞത് അന്ത്യനാളിന്റെ അടയാളമായിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇസ്ലാമിൽ പേര് മാത്രം ബാക്കിയാവും. മുഹമ്മദ് അഹമ്മദ് ഫാത്തിമ അബ്ദുറഹ്മാൻ ഷാഹിദ് ഖുർആനിൽ അക്ഷരങ്ങൾ മാത്രം ബാക്കിയാവും. ഓത്ത് ഇങ്ങനെ നടക്കും, അതിന്റെ ബാക്കി സമ്മാനദാനം നടക്കും, അതിന്റെ പേരിൽ ഉംറ നടക്കും, ഒക്കെ നടക്കും. അൽഹംദുലില്ലാഹ്, നല്ല കാര്യമാണ്, ആളുകൾ കൂടുതൽ പഠിക്കട്ടെ. പക്ഷെ അതൊക്കെ എന്തിനാണ്? ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കാനാണ്. അത് മാത്രം നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വാക്ക് അവസാനിപ്പിക്കാം. ഖുർആൻ ഇവിടുന്ന്, ഞാൻ മലപ്പൂരാണ് എന്റെ വീട്. ഇപ്പൊ നിക്കാഹ് ഖുതുബക്ക് വേണ്ടി ഒരു ജില്ലയിലേക്ക് വിളിച്ചു. അപ്പൊ മലപ്പുറത്ത് നിന്ന് നിലമ്പൂരിൽ നിന്ന് അത്യാവശ്യം 2-3 ജില്ല കഴിയാണ് നിൽക്കാൻ. അപ്പൊ ഞാൻ ഓരോട് വിളിച്ച ചങ്ങന്മാര് 4-5 ജില്ലയൊക്കെ കഴിഞ്ഞാണ്ട് നിക്കാവത്ത് ഭാഗം 10-15 മിനിറ്റ് നിങ്ങൾ തന്നെ വേണം. നമ്മളെ വണ്ടി കയറ്റി, നമുക്കറിയാം നമ്മൾ ഈ ഫീൽഡിലുള്ള തന്നെയാണല്ലോ. 5-8 ആൾക്കാരെ വിളിച്ചിട്ട് കിട്ടേണ്ടി നമ്മൾ വിളിക്കാം. ആദ്യം അൻസാറാക്കാൻ കിട്ടും, നോക്കി കിട്ടൂല, ഷാക്കറാക്കാൻ, ഗൗറാക്കാൻ, ലാസ്റ്റ് അവസാനത്തെ സെക്കൻഡ് സെഷനിൽ പെട്ടാ നമ്മളൊക്കെ. എന്നിട്ട് പിന്നെ നമ്മളാണ് വണ്ടി കയറ്റുന്നത്. നിങ്ങളെ കുറെ ഫാൻസിന്റെ അവിടെ നമ്മളെ വിളിച്ചുമ്പോ കയറ്റാ. പിന്നെ നമ്മള് സ്വാഭാവികമായിട്ട് നടക്കണ്ടേ, നമ്മളെ കയറി കൊടുക്കും. ആയിക്കോട്ടെ ഇൻഷാല്ലാ, ഫാൻസിനോടൊക്കെ ഒന്ന് ഒരുക്കിക്കാൻ വേണ്ടി പറയും. ഏതാറുണ്ടെന്നൊക്കെ ഓർക്ക് ഒപ്പിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് വരാന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങോട്ട് എന്ത് ചെയ്യും. അങ്ങനെ ഇവിടുന്ന് 2 ജില്ല കഴിഞ്ഞ് 3ാമത്തെ ജില്ല. ഞാൻ അവിടേക്ക് പോകാൻ അടുത്ത കാരണമേ ഉള്ളൂ. എന്നോട് അവര് പറഞ്ഞു, മൗലവിങ്ങൾ നടത്തേണ്ട നിക്കാഹ് ഖുതുബ നടത്തേണ്ട കുടുംബം, നമ്മളുടെ ഖുർആൻ വിജ്ഞാന പരീക്ഷയിൽ ആ ബാപ്പാക്ക് 3ാം റാങ്കും ഉമ്മാക്ക് 1ാം റാങ്കുമാണ്. ഖുർആൻ സംസ്ഥാനതല മത്സരത്തിൽ റാങ്ക് കിട്ടിയ ഉമ്മാന്റെയും ബാപ്പാന്റെയും മകളാണ്. അതുകൊണ്ട് നിങ്ങൾ തന്നെ ആയിക്കോട്ടെ നമുക്ക് കുഴപ്പമില്ല. ഞാൻ വണ്ടി എടുത്താണ് ഞാൻ അവിടെ പോയി വലിയൊരു ഓഡിറ്റോറിയത്തിൽ കയറുമ്പോൾ ഞാൻ കാണുന്നത് വലിയ സ്റ്റേജ്. നമ്മൾ ഈ പള്ളിന്റെ അത്ര വലിയ സ്റ്റേജാണ്, ഏകദേശം വലിയ ഓഡിറ്റോറിയം. ആ സ്റ്റേജ് മൊത്തം തലീക്കെട്ടിട്ട് ഉസ്താദ്മാരെ നിരന്ന് നിൽക്കുകയാണ്. ഞാൻ ഇതൊക്കെ മാറിയോ? അതിലാണ് നമ്മള് ഉസ്താദ്മാരുടെ ഇടയിൽ നമ്മൾ ഈ ആക്കൈ വെള്ളം കെട്ടാണ്ട് ഇങ്ങനെ ഒരു പറമ്പ മൂല്യന്മാരെ ഇങ്ങനെ വരിക തന്നെ ഇങ്ങനെ വന്ന് ഞാനവിടെ പിന്നെ വന്നിട്ട് ആ മൗലവി ഉപയോഗിച്ചു മൗലവി നിങ്ങൾ കുത്തുമ്പ മാത്രം കർമ്മം പോലും ചെയ്യൂട്ടോ. ആയിക്കോട്ടെ, ഇപ്പൊ ഇവിടെ വന്നിട്ട് കച്ചറ ഉണ്ടാക്കണ്ട, കച്ചറ ഉണ്ടാക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം പ്രസംഗത്തിന് മുട്ടിക്ക് കൊടുത്താണ് ആ സാധുക്കളെ നമ്മൾ വിളിച്ചുകൊണ്ടത്. ഇത് പ്രസംഗിച്ചാൽ മുട്ടിക്കാണല്ലോ. 3 ജില്ല കടന്നിട്ട് 15 ആയിക്കോട്ടെ ഇവിടെ വന്നു. ഞാൻ നിക്കാഹ് ഖുതുബ നിർവഹിച്ചു. ടോട്ടൽ കണ്ടൊരു അന്തരീക്ഷം, ഒരു ദീന് പോയിട്ട് മുജാഹിദ് പോയിട്ട് വഹീദ് പോയിട്ട് ഒരു ദീനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു അന്തരീക്ഷം. ഞാൻ വെറുതെ വാപ്പാട് വെച്ചു, നിങ്ങള് എന്താ പുതിയാപ്പള്ളി ടീമൊക്കെ മകളതാണ്, പുതിയാപ്പള്ളി ടീമൊക്കെ ഒരു മുണ്ടണില്ല. ഇതിനോട് പുറത്തുള്ള ഒരാളുടെ മൗലവി നിങ്ങൾ എന്തിനാ വന്നത് വെച്ചു. അപ്പൊ ഞാൻ എന്ത് പക്കാശിർക്ക് ചെയ്യുന്ന ജാറംഗം പറ്റി നടത്തുന്ന മകനാണ് മകളെ കെട്ടിച്ചെടുക്കുന്നത്. ജാറംഗം പറ്റി പേരന്റെ മുന്നിലാ ജാറുള്ളത്, അതിന്റെ വരുമാനം കൊണ്ടാണ് ആ പെരക്കാര് മകൻ. ഞാൻ മൗലവി നമ്മുടെ ഡോക്ടർമാരില്ലേ കുഫുവൊക്കെ ഉണ്ട്, ഒറ്റൊന്നും കൊടുക്കും. കുഫുവൊക്കെ ആണല്ലോ ജാറംഗം പറ്റി ഒരു കുഫുവാണ്. ഏത്
ഇസ്ലാമിക ഭരണകൂടം ഉണ്ടെങ്കിൽ പഠിച്ചോ ഇത് കട്ട് ചെയ്യല്ലോ ഫുള്ള് കേട്ടോ. ഇസ്ലാമിക ഭരണകൂടം ഉണ്ടെങ്കിൽ ഭരണാധികാരികൾ കുടിച്ചു മാറ്റണം എന്ന് പറഞ്ഞതാ ജാറം. അത് വിശ്വസിക്കണം നമ്മളും. ജാറം പൊന്തി 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 ആ വരുമാനം കൊണ്ട് ജീവിക്കണം. ഇതാണല്ലോ കുക്കു. നമ്മളെ എന്തുകൊണ്ടാണ് നമ്മളെ കുടുംബത്തിൽ എത്ര കല്യാണം നടത്തിയിട്ടും എത്ര മൗലൈമാരും എത്ര വലിയ MLA-മാരും MP-മാരും വന്നിട്ടും 1.5 കൊല്ലം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടാ സൈനാരാണ് സ്വസ്ഥതല്ല മൗലവി. നമ്മക്ക് കുറെ പൈസ ഉണ്ടായിട്ട് എന്താ കാര്യം? കെട്ടിച്ച കുട്ടിക്ക് സമാധാനം. ഇന്ന് ഞങ്ങളെ പള്ളിന്റെ മുകളിലെ ആംപ്ലിഫയർ ഇതൊക്കെ ബോക്സ് ശരിയാക്കുമ്പോൾ എന്നോട് നന്നാക്കണ വാപ്പ മൗലവി അള്ളാന്റെ കുതിർത്ത് അവനാന്റെ കുട്ടിക്കൊക്കെ കയ്യിലുണ്ട്. നമ്മൾ നന്നായി പ്രാർത്ഥിച്ച് നമ്മൾ ശ്രമിച്ചാ പടച്ചോൻ തരും. ഇന്ത്യ എത്രങ്ങാനും ചെങ്ങായിമാരുണ്ടറിയ മൗലവി നല്ല പൈസയും ഗൾഫ് നാടൊക്കെ. പക്ഷെ പടച്ചോന്റെ തീരുമാനം വിട്ടിട്ട് കല്യാണം നടത്തി അതോടുകൂടി ഒരു സമാധാനവും സ്വസ്ഥതയില്ല. അവിടുന്ന് ഇങ്ങോട്ട് പോരാനും പറ്റിയ തീരുമില്ല. ഓരോ സെക്കൻഡും റബീഉൽ അവ്വൽ വരുമ്പോൾ കച്ചറ. കാരണം തിന്നത് ഹറാമാണ്, കഴിക്കാൻ പാടില്ല. മദ്രസീന്ന് പഠിച്ച് ജീവിതത്തിൽ രക്തത്തിൽ തൗഹീദുള്ള നമ്മളെ കുട്ടിയും തിന്നിട്ടില്ലെങ്കിൽ ബിദ്അത്താന്ന് വിശ്വസിക്കുന്ന ആൾ തമ്മിൽ എങ്ങനെ കൂട്ടരെ ജീവിക്കുക? നമുക്കാ പഴച്ചത്. ഞാൻ പറഞ്ഞു എനിക്കൊന്നൊക്കെ പഴച്ച്. എനിക്ക് 2 പെൺകുട്ടി ഒരു ആൺകുട്ടിയാണ്. ഓലെ ഞാൻ കല്യാണം കഴിപ്പിക്കുമ്പോൾ മുന്നിൽ ഇങ്ങനെ വെക്കണം ഖുർആന്. പടച്ചോനെ ഞാൻ ആർക്കാ കെട്ടിക്കണ്ടി? ഡോക്ടർക്കാണോ? ആണ്. എന്റെ കുട്ടിക്ക് ഡോക്ടറാണെങ്കിൽ ഡോക്ടർക്കാണോ? എന്റെ ഇഷ്ടതാണെങ്കിൽ കെട്ടിക്കാം. തൗഹീദുള്ള ഡോക്ടർക്ക്, തൗഹീദുള്ള എഞ്ചിനീയർക്ക്, തൗഹീദുള്ള അധ്യാപകന്, തൗഹീദുള്ള കൂലിപ്പണിക്കാരന്, തൗഹീദുള്ള ഇന്നാലിന്നാൾ. ആ തൗഹീദാണ് ഖുർആനിൽ കിട്ടുക. ബാക്കി നാട്ടിൽ നിന്ന് കിട്ടും. ചെയ്യാം തൗഹീദുള്ള നിക്കാഹ് ചെയ്ത് കൊടുക്കരുത്. ഖുർആന്റെ ആയത്തെ കൂട്ടര്. ഞാനൊരു തീവ്രവാദം പറയല്ല. ബോധപൂർവം അതിന്റെ വരുമാനങ്ങൾ കൊണ്ടും അങ്ങനെ തന്നെ കല്യാണം നടത്തുന്ന വാശി പിടിക്കും. നിങ്ങൾ ചെയ്തൊടുക്കല്ലേ. ദൂരം പരിഗണിച്ച്, ഹൈറ്റ് പരിഗണിച്ച്, ജോലി പരിഗണിച്ച്, വയസ്സ് പരിഗണിച്ച് നിങ്ങൾ ശിർക്കുമായി കോംപ്രമൈസ് ചെയ്യല്ലേ. പക്ഷെ നമ്മൾ കോംപ്രമൈസ് ചെയ്തു. അപ്പൊ എന്തായി? തലമുറ ശിർക്ക് വന്നു. എന്റെ വാചക അവസാനിപ്പിക്കുന്നത് അറിയോ? വാപ്പാരന്മാർ ഇനിയെങ്കിലും മാറാൻ കേട്ടോ. നൂഹ് നബിയുടെ ചരിത്രം അള്ള പറഞ്ഞത് ബാപ്പയും ഉമ്മയും നന്നായാലും കുട്ടി കേടരുന്ന് പഠിപ്പിക്കാനല്ല. അല്ല അല്ല തെറ്റാണത്. ബാപ്പയോ ഉമ്മയോ രണ്ടിൽ ഒരാൾ പിഴച്ചാൽ കുട്ടികൾ പിഴച്ചവന്റെ കൂടെ ജീവിക്കുവാനാണ് താല്പര്യം കാണിക്കുക. ഉദാഹരണം നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം. നൂഹ് നബി പ്രവാചകനാണ്, ഭക്തനാണ്. പക്ഷെ ഭാര്യ ദീനിയല്ല, ശിർക്കാണ്. കുട്ടി ശിർക്കിന്റെ കൂടെ നിന്നു. നമ്മളെ കുട്ടിനെ കെട്ടിക്കുമ്പോ, നമ്മളെ മകനെ കെട്ടിക്കുമ്പോ ശിർക്കും തൗഹീദും വന്നാൽ പേരക്കുട്ടികളിൽ ഭൂരിപക്ഷവും ശിർക്കിന്റെ കൂടെ നിൽക്കും. ചെയ്യരുത് എന്ന് പഠിപ്പിക്കാനാണ് നൂഹ് നബിയുടെ ചരിത്രം ഖുർആൻ പറഞ്ഞത്. നമ്മളെ പോകരുത്. ഞാൻ നിരാശപ്പെടുത്താനായിട്ട് സമയം ഇവിടുന്ന് മാറണം. ഞാൻ പറഞ്ഞത് നമ്മളെ തൗഹീദിന്റെ അസ്ൽ എന്ത് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത് വരാം. ഇവിടെ KM മൗലവി ഇമാമുക്കാണ് റഹിമഹുല്ലാഹ്. എന്താ AP അബ്ദുൽ ഖാദർ പോലെ ഇമാമുക്കാണ് റഹിമഹുല്ലാഹ്. അവരുടെ ഓരോ കേൾക്കാൻ ഭയങ്കരമായ ഭംഗിയുണ്ടാവില്ല. പക്ഷെ എന്തുകൊണ്ട് അതുപോലെ ജീവിതം നമ്മൾ അതുപോലെ അനർത്ഥമാക്കി കൂടണ്ടായത്? ആ ഊതുന്ന ആയത്തനുസരിച്ച് ജീവിച്ചു. ഇന്ന് എന്റെ കുട്ടി ഓരോ പള്ളിക്കലും ആയത്ത് കൊണ്ട് അമ്മാനമാടി ബാക്കിൽ 100 കണക്കിന് ആൾക്കാർ തറാവിസ്കരിക്കുക. മനോഹരാണ്. ഞാൻ പറഞ്ഞ അങ്ങനത്തെ പള്ളികളൊക്കെ ഉഷാറാട്ടോ. അതല്ല പറയണത്, തെറ്റിദ്ധരിക്കരുത്. പക്ഷെ ആ മകനായ എന്റെ കുട്ടിയാണെങ്കിൽ ആ മകന്റെ ഖിറാഅത്ത് കഴിഞ്ഞോ വീട്ടിൽ വരുമ്പോ ബാപ്പാക്ക് നെഞ്ചുവേദന. കാരണം ബാപ്പാണ് നല്ല പോലെ നിൽക്കണില്ല. അപ്പൊ അവന്റെ കൂടെ ആളില്ല. അവന്റെ ആദർശ ആൾക്കാർക്ക് വേണ്ട, നമ്മുടെ ആദർശ ആൾക്ക് വേണ്ട. എന്തുകൊണ്ടാ നമ്മളെ ഖുർആൻ ഊത്തിനപ്പുറം ജീവിതത്തിലേക്കാണ് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് സലാം പറയണം. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് ഹറാമായ പൈസ, പലിശയാകട്ടെ, അനന്തര സ്വത്ത് നമ്മുടെ വാശി കൊണ്ട് വീതം വെക്കാതെ കിടക്കണമെങ്കിൽ പടച്ചോനെ നല്ല ഉത്തരം. ഞാനിത് ബോധപൂർവ്വം പറയട്ടെ. എത്ര മനുഷ്യന്മാരുടെ ചെറിയ വാശിക്ക് ആയത്ത് വെച്ചാലും ഇരിക്കുന്നത് മണ്ണിന്റെ അടിയിൽ കിടന്ന് പോകേണ്ടി വരും. മണ്ണിന്റെ അടിയിലേക്ക് പോകണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു ഭാഗം പറയാം.
മണ്ണിന്റെ അടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചിക്കുക 63 കൊല്ലാണ് നബി ജീവിച്ചതിന്റെ അർത്ഥം തരത്ത് ഭൂമിയാണെങ്കിൽ നബി 63 കൊല്ലാണ് മണ്ണിന്റെ മുകളിൽ ജീവിച്ചത്. ഇന്നൊക്കെ 1400 ചില്ലം കൊല്ലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മണ്ണിന്റെ അടിയിലാണ്. നബി മണ്ണിന്റെ അടിയിൽ 1400 ചില്ലം കൊല്ലായി. നിങ്ങൾ ഞാൻ കുളിക്കുന്ന മയ്യത്തായിട്ട് ഇവിടെ മറമാടിയ എത്ര കൊല്ലം അന്ത്യനാൾ വരെ മണ്ണിന്റെ അടി കിടക്കേണ്ടി വരും. നമ്മളെ മണ്ണിന്റെ അടിയിൽ എന്താ നമുക്ക് പരിപാടി എന്ന് പറയണേ. ഇപ്പൊ മരിച്ചിറക്കുന്ന ആൾക്കാർക്ക് മണ്ണിന്റെ അടിയിൽ എന്താ പരിപാടി? ടൂറുണ്ടോ? ഉണ്ടോ? സൽക്കാരുണ്ടോ? കല്യാണുണ്ടോ? നോമ്പ് തുറണ്ടോ? സെവൻസ് ഫുട്ബോൾ ഉണ്ടോ? ഗാനമേളുണ്ടോ? എന്താ കുട്ടികളുടെ പരിപാടി? ഈ ദുനിയാവിൽ പടച്ചോനനുസരിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആനന്ദം ഉണ്ടാവും. ഈ ദുനിയാവിൽ പടച്ചോൻ പറഞ്ഞ കേട്ടില്ലെങ്കിൽ അതിന്റെ ശിക്ഷ അനുഭവിച്ച് പരലോകം വരല്ലേ എന്ന് അള്ളാനോട് പ്രാർത്ഥിച്ച് നരകിച്ച് ജീവിക്കുന്നുണ്ടാവും. അള്ളാകെ നമ്മോട് ദീനിയാകാൻ പറഞ്ഞ 10-30 കൊല്ലം, അന്തല്ലാത്ത 20 കൊല്ലം പോട്ടെ, അവസാനം പിച്ചിപ്പയും ഭരണ ഇന്ത്യകളിൽ അവസാനത്തിൽ 5-6 കൊല്ലം പോട്ടെ, ആകെ 30 കൊല്ലം വരെയുണ്ട്. അത് ദീനിയായി ഖുർആൻ അനുസരിച്ച് ഞാനും ജീവിച്ചാൽ ജന്നാത്തു അദ്ൻ യദ്ഖുലൂനഹാ മൻ സ്വലഹ മിൻ ആബാഇഹിം വസുവാജിഹിം വദുർരിയാതിഹിം. കുടുംബസമേതം നമുക്ക് അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകും. പടച്ചോൻ ഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീൻ ഗൈറു ബഈദ്, അധികം ദൂരത്തല്ലാതെ നമ്മൾക്ക് വേണ്ടി അല്ലാഹു സ്വർഗ്ഗം തയ്യാറാക്കി വെച്ചിട്ട് നമ്മൾ ചെയ്യുക. നമ്മൾ അതിനു വേണ്ടി ത്യാഗം ചെയ്യുക. നമ്മൾ താങ്ങാനും പ്രശ്നമില്ല. നമുക്ക് പടച്ചോന്റെ മുന്നിൽ റഫഅല്ലാഹു ദറജ, പടച്ചോൻ നമ്മുടെ ദറജ കൂട്ടും, അമ്പിയാക്കന്മാരുടെ കൂടെ നിർത്തും. അതിനു വേണ്ടിയുള്ള മാറ്റത്തിന്റെ മാസമാകട്ടെ റമദാൻ, മാറ്റത്തിന്റെ ഒരു ഇരുത്തമാകട്ടെ ഈ പള്ളിയുടെ ഇരുത്തം. ഖുർആൻ മാറ്റത്തിന്റെ ഗ്രന്ഥമാകേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണ് എന്ന ബോധ്യം കൂടി ഉണ്ടായിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ചെറിയൊരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാൻ കഴിയുന്നവർ സഹകരിച്ചാൽ മതി. ഞാന് നിലമ്പൂരാണ്. ഞങ്ങൾ 2-3 പുതിയ പള്ളി പ്രദേശങ്ങളൊക്കെ ഉണ്ടായി. അൽഹംദുലില്ലാഹ് കഴിഞ്ഞ റമദാൻ അവിടുന്ന് കളക്ഷനൊക്കെ ഉണ്ട്. ഇനി പള്ളിക്കായി അൽഹംദുലില്ലാഹ് 3 പള്ളികളായി, മദ്രസകളായി. അപ്പൊ അവിടെ പറ്റ പാവങ്ങളായിരുന്നു. ഞാൻ ഈ റമദാൻ ഒരു ആഗ്രഹമുണ്ട്, അവിടെ കുറച്ച് കിറ്റും ഇഫ്താറൊക്കെ നടത്തണം. ഞാൻ ഇൻഷാ അല്ലാഹ് നിയത്ത് വെച്ചതാണ്. ഈ റമദാനിൽ നിന്ന് കിട്ടുന്ന പൈസ പൂർണ്ണമായും ആ 3 മഹല്ലുകൾ, ഞങ്ങളെ നാട്ടിലത്തെ പ്രദേശങ്ങൾ കേട്ട പൂളപ്പറമ്പ്, അമ്പുട്ടാൻ കുട്ടങ്ങളുടെ സ്ഥലമാണ്, കേട്ടാ കയറിയിരുന്നാലും അങ്ങനത്തെ പ്രദേശങ്ങളൊക്കെ തൗഹീദ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ റമദാനിലെ കളക്ഷൻ കൊണ്ട് പള്ളി ഉണ്ടായി, മദ്രസ ഉണ്ടായി. അപ്പൊ അവിടുത്തെ പച്ച പാവങ്ങളായ മനുഷ്യന്മാർക്ക് ആയതുകൊണ്ട് കുറച്ച് കിറ്റൊക്കെ കൊടുത്ത് അവരെ തൗഹീദായിട്ട് ബന്ധിപ്പിച്ച് നിർത്തണം. പള്ളിക്കൊക്കെ വരുന്നവർക്കാണ് തൗഹീദ് ഉള്ളവർക്കാണ്. അതോടൊപ്പം അവർക്ക് ചെറിയ പെട്ടെന്ന് പൈസ ഇഫ്താറൊക്കെ നടത്തണം എന്നൊരാഗ്രഹമുണ്ട്. അതിനു വേണ്ടി ചെറിയൊരു നിങ്ങൾ കഴിയുന്ന രൂപത്തിൽ സഹായിക്കണം. ആരെങ്കിലും ഏറ്റെടുക്കുകയാണെങ്കിൽ സന്തോഷം. ഇൻഷാ അല്ലാഹ് പ്രയാസപ്പെടേണ്ട, ബുദ്ധിമുട്ടേണ്ട. ആർക്കെങ്കിലും അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നൽകുക. അത് അതേപോലെ മഹല്ലുകൾ നടപ്പിലാക്കും എന്ന് മാത്രം. ഇന്ന് വണ്ടിക്കൂലി മറ്റു സംഗതികളൊന്നും ഇല്ല കേട്ടോ. അതേപോലെ മഹല്ലിൽ കൊടുക്കും. ഇൻഷാ അല്ലാഹ് കഴിയുന്ന ആളുകൾ സഹകരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഞങ്ങൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്. അതിന്റെ കൂലി നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അതോടൊപ്പം ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന സഹാബാക്കളെ പോലെ ധീര മുവഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾക്കിടയിൽ പൈശാചുണ്ടാക്കുന്ന വ്യത്യസ്തങ്ങളായ പിണക്കങ്ങൾ, പോരുകൾ, വഴക്കുകൾ, പക റമളാന് കൊണ്ട് സ്വർഗം വിചാരിച്ച്, നന്മ വിചാരിച്ച്, നരകമോചനം വിചാരിച്ച് അതിൽ നിന്ന് വിട്ടുമാറാനുള്ള ഈമാനും തഖ്വയും, സലാം പറയാനുള്ള ഈമാനും തഖ്വയും നാഥാ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഞങ്ങളുടെ സമ്പത്തിൽ ഹറാം കലർന്നിട്ടുണ്ടെങ്കിൽ ഈ റമളാനിൽ അതൊഴിവാക്കി ശുദ്ധമായ സമ്പത്താക്കി മാറ്റി അതിൽ നിന്ന് സക്കാത്ത് കൊടുത്ത് അള്ളാഹുവിന് പ്രിയപ്പെട്ടവരായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥാ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന വിവാഹങ്ങളിൽ പരമാവധി 100% തൗഹീദിൽ അധിഷ്ഠിതമായ വിവാഹം നടത്തുവാനുള്ള തഖ്വയും ഈമാനും നാഥാ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. നാളെ പരലോകത്ത് അഹ്ലു ഖുർആനിന്റെ ആളുകൾ എന്ന് അള്ളാഹു പ്രത്യേകമായി പരാമർശിച്ച്
അള്ളാഹുവിന്റെ കുടുംബക്കാരായി പ്രഖ്യാപിച്ച് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നവരിൽ ഞങ്ങളെയും കുടുംബത്തെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ വാപ്പാക്കും ഉമ്മാക്കും നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ ഉസ്താദുമാർക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ലോകത്ത് എന്ത് വന്നാലും ശിർക്കില്ലാതെ ബിദ്അത്തില്ലാതെ ഖുറാഫാത്തില്ലാതെ തീരെ മുവഹ്ഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥാ നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. സുബ്ഹാനകല്ലാഹി ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വഅഖദു ബിൽഹംദില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.